السلام عليكم. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عالم الغيب والشهادة فتعالى عما يشركون. بسم الله الرحمن الرحيم. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളവും തിരിവുമില്ലാത്ത മനുഷ്യപ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും യോജിച്ചതായ വിശ്വാസ അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങൾ ആദ്യമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന സൃഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവൻ്റെ ദൂതൻ്റെ പ്രവാചകൻ്റെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ എവിടെ വെച്ച് നമ്മെ പിടികൂടിയാലും പടച്ചവൻ്റെ യഥാർത്ഥ ദാസന്മാരായി യഥാർത്ഥ മുത്തഖീങ്ങൾ ഭയഭക്തന്മാരായി ശരിയായ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളും മുവഹിദീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുറന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തിൽ നമുക്കുണ്ടാവുന്ന അറിവില്ലായ്മയും വ്യതിയാനവും നമ്മുടെ രണ്ട് ജീവിതത്തെയും നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അതായത് അദൃശ്യം ഗൈബ് എന്നത്. ഇതിൻ്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ അൽ ബഖറയിൽ
ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആന് ദോഷബാധയെ സൂക്ഷിക്കുന്ന അല്ലെ തിന്മയെ സൂക്ഷിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അതൊരു മാർഗദർശനമാണ് എന്ന് പറഞ്ഞ ശേഷം ആദ്യം തന്നെ ആരാണ് ഈ മുത്തഖീങ്ങൾ, അല്ലെ ആരാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ ഗൈബിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ആ സ്ത്രീ പുരുഷന്മാർ എന്ന്. അപ്പൊ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ അദൃശ്യത്തിൽ ഗൈബിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാം. ഞാൻ മുസ്ലിമും മുഅ്മിനും അതുപോലെ തന്നെ മുത്തഖിയൊക്കെ ആവണമെങ്കിൽ ആണും പെണ്ണും അദൃശ്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. ഇനി എന്തുകൊണ്ടാണ് സ്നേഹിതന്മാര് ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന് ഗൈബിൽ അദൃശ്യത്തിൽ വിശ്വസിക്കുവാൻ പറയുന്നത്? അതും ഖുർആൻ വ്യക്തമാക്കി. സൂറത്ത് റൂമിൽ അല്ലാഹ് പറഞ്ഞു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, മനുഷ്യൻ എത്ര പുരോഗതി നേടിയാലും അവർക്ക് ഈ ദുനിയാവിലെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ബാഹ്യം മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. അതിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമല്ല. എത്ര ശാസ്ത്രം കുതിച്ചു കയറിയാലും ബാഹ്യമായ കാരണങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കാം. വെള്ളം ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ടാണെന്ന് ശാസ്ത്രലോകത്തിന് മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചു. ലാബറട്ടറിയിൽ ഹൈഡ്രജനും ഓക്സിജനും ഈ രണ്ട് വാതകങ്ങൾ കൂട്ടിച്ചേർത്ത് വെള്ളം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ ഹൈഡ്രജൻ എന്നത് സ്വയം ആളിക്കത്തുന്ന വാതകമാണ്. ഓക്സിജൻ എന്നത് തീയിനെ കത്താൻ സഹായിക്കുന്ന വാതകവുമാണ്. അപ്പൊ സ്വയം കത്തുകയും കത്താൻ സഹായിക്കുകയും ചെയ്യുന്ന രണ്ട് വാതകങ്ങൾ കൂടിച്ചേരുമ്പം സ്വാഭാവികമായും തീയിനെ ആളി കത്തിപ്പിക്കുന്ന പെട്രോളാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്നത് തീയിനെ കെടുത്തുന്ന വെള്ളമാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശാസ്ത്രലോകത്തിന് പറയാൻ സാധ്യമല്ല. അവർ പ്രകൃതി എന്ന് പറഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ ആകസ്മികത എന്ന് പറഞ്ഞെന്ന് വരും എന്ന് മാത്രം. അങ്ങനെ തടി രക്ഷപ്പെടുത്തുകയാണ്. ഇതാണ് പടച്ചോൻ പറഞ്ഞത്, മനുഷ്യൻ ദുനിയാവിലെ പ്രശ്നങ്ങളിൽ ബാഹ്യമായത് മാത്രം ലാഹിർ മാത്രമാണ് അവൻ അറിയുക എന്നത്. ഇനി സൂറത്ത് ഇസ്രായിൽ അല്ലാഹ് പറഞ്ഞ്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. മനുഷ്യൻ ചന്ദ്രയിലും ചൊവ്വയിലും പോയി അവിടെ താമസം തുടങ്ങിയെന്ന് നമ്മൾ വിചാരിക്കുക. എങ്കിൽ വരെ പടച്ചവൻ പറയുന്നത് അറിവിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും വളരെ തുച്ഛമായത് മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. അത് ഒന്നും കൂടി വിശദീകരിക്കാൻ സൂറത്ത് കഹ്ഫിലും സൂറത്ത് ലുഖ്മാനിലും അല്ലാഹ് ഇങ്ങനെ വിശദീകരിച്ച്, ഈ സമുദ്രവും ഇന്നുള്ള 7 സമുദ്രത്തിന് പുറമെ വേറെ 7 സമുദ്രവും മഷിയായി. ഭൂമിയിലെ ഷജർ മരങ്ങളൊക്കെ തന്നെ അക്ലാമ് പേനകളായി. എന്നിട്ട് ഈ 7 സമുദ്രവും പുറമെ കൊണ്ടുവന്ന 7 സമുദ്രവും അതിലെ മഷി മുഴുവനും ഭൂമിയിലെ പേനകളിൽ നിറച്ചിട്ട് എഴുതിയാലും ഈ പ്രപഞ്ചത്തിലുള്ള കുത്തി നിറച്ച അത്ഭുതങ്ങളും അവന്റെ ഹിക്മത്തും തത്വങ്ങളും അതിൻ്റെ ഉൾസാരങ്ങളും എഴുതി തീർക്കാൻ സാധ്യമല്ല. അവ തീരുന്നതിന് മുമ്പായിട്ട് മഷിയൊക്കെ വറ്റി വരണ്ടു പോകുമെന്ന് ഖുർആൻ ഉണർത്തുകയാണ്. ഇതുകൊണ്ടാണ് ഖുർആന് അദൃശ്യത്തിൽ മറിഞ്ഞ കാര്യത്തിൽ പിന്നീട് വിശദീകരിക്കാം,
അദൃശ്യത്തിൽ വിശ്വസിക്കുവാൻ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, എന്താണ് ഈ ഗൈബ്, അദൃശ്യം? അത് കണിശമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞു, അലം നജ്അൽ ലഹു ഐനൈനി, മനുഷ്യ നിനക്ക് ഞാൻ 2 കണ്ണ് നൽകിയില്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിലൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ പല അറിവ് ശേഖരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ കണ്ടറിവ്, കണ്ടുങ്ങാണ്ട് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണുകൊണ്ട് പലതും കണ്ടിട്ടും ഗവേഷണം ചെയ്തിട്ടൊക്കെ നമ്മൾ അറിവ് നേടിയെടുക്കുകയാണ്, കണ്ണുകൊണ്ടുള്ള അറിവ്. പിന്നെ അള്ളാഹു പറഞ്ഞു, വലിസാനം വശഫത്തൈനി, മനുഷ്യ അനക്ക് ഞാൻ നാവും 2 ചുണ്ടും നൽകി. നാവ് കൊണ്ട് അള്ളാഹ് പ്രധാനമായി ഉദ്ദേശിച്ചത് സംസാര വൈഭവമാണ്. നമ്മുടെ മനസ്സിലുള്ള അറിവ്, ആശയങ്ങൾ മറ്റൊന്നൊന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല, നാവ് കൊണ്ട് പലതും രുചിച്ചും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ രുചിച്ചറിവ് എന്ന് പറയുന്നത്. നാവ് കൊണ്ട് രുചിച്ചിട്ട് നമ്മൾ ചില അറിവുകൾ നേടിയെടുക്കുകയാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ, മനുഷ്യ ഞാൻ നിനക്ക് ചെവി നൽകി എന്ന് പറഞ്ഞു. നരകവാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വലഹും ആദാനും ലാ യസ്മഊന ബിഹാ, അവർക്ക് ഞാൻ ചെവി ഞാൻ നൽകി. അപ്പൊ ചെവി എന്തിനാണ് നൽകിയത്? ചെവിയിലൂടെ കേട്ടിട്ട് പല അറിവുകൾ നേടുകയാണ്. മിക്കതും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചെവി കൊണ്ട് കേട്ടിട്ട് നമുക്ക് അറിയാത്ത ചില അറിവുകൾ നേടിയെടുക്കാനാണ്. ഇനി പടച്ചവന് നമുക്ക് മൂക്ക് നൽകി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ശ്വാസകോശം ശ്വസിക്കലാണ്, പ്രധാന ധർമ്മം അതാണ്. പക്ഷെ അത് മാത്രമല്ല, മൂക്കിലൂടെ വാസനിച്ചും കൊണ്ട് ചില അറിവുകൾ നമ്മൾ കരസ്ഥമാക്കുകയാണ്, നേടിയെടുക്കുകയാണ്. അപ്പൊ അറിവ് നേടാൻ തന്നെയാണ് മൂക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പടച്ചവന് നമ്മൾ കൈകളും കാലുകളും ചർമ്മങ്ങളും നൽകി. അങ്ങനെ നമ്മൾ തൊട്ടും കൊണ്ട് പലതും മനസ്സിലാക്കുകയാണ്. ഇത് മിൻസുള്ളതാണോ ഒരസുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അന്ധന്മാരാണെങ്കിൽ പ്രധാനമായി അവർ വിജ്ഞാനം നേടുന്നത് തൊട്ടിട്ടാണ്, സ്പർശിച്ചിട്ടാണ് അന്ധന്മാർ വിജ്ഞാനം നേടുന്നത്. അപ്പൊ ഇങ്ങനെ 5 അവയവങ്ങൾ പടച്ചവൻ നമുക്ക് നൽകി. ഇതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി പടച്ചവന് ഇതിൻ്റെയൊക്കെ ശക്തി വികസിപ്പിച്ചെടുക്കാൻ ചില ആധുനിക ഉപകരണങ്ങളും നമുക്ക് കനിഞ്ഞു നൽകുകയാണ്. കണ്ണിന്റെ കാഴ്ച, വെള്ളത്തിലേക്ക് നമ്മൾ നേർക്കുനേരെ നോക്കിയാൽ ഒന്നും കാണൂല. പക്ഷെ നല്ല ശക്തിയുള്ള ചില ശാസ്ത്രീയ ഉപകരണങ്ങൾ എടുത്ത് നോക്കിയാൽ എത്രയോ അണുക്കൾ അതിൽ കാണും. ഒരു തുള്ളി പുരുഷ ഇന്ദ്രിയം, ഒരു തുള്ളി പുരുഷന്റെ ബീജം. നഗ്നമായ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും നമുക്കതിൽ കാണാൻ സാധിക്കൂല. ശക്തമായ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി പുരുഷ ബീജത്തിൽ 600 കോടി ജീവനുള്ള ബീജങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തലങ്ങനെ ഉരുണ്ടിട്ട് വാൽമാർക്കിന്റെ മാതിരി 6 കോടിയോളം ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നല്ല ആധുനിക ഉപകരണങ്ങൾ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇത് മനുഷ്യൻ കണ്ടതാണെങ്കിലും കണ്ടുപിടിച്ചതാണെങ്കിലും പടച്ചവന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ എത്രയോ ദൂരത്തേക്ക് നമുക്ക് കാണാനുള്ള ഉപകരണങ്ങളുണ്ട്. നമ്മുടെ ചെവിന്റെ കേൾവി ശക്തി വർദ്ധിപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. ഇങ്ങനെ ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾ, ഇതിന്റെ അറിവ് വർദ്ധിപ്പിക്കാൻ പടച്ചവൻ ചില ആധുനിക ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പുറമെ ഖുർആൻ ചോദിക്കുന്നത് കാണാം, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ, മനുഷ്യ ഞാൻ നിനക്ക് അക്കില് ബുദ്ധി ഞാൻ നൽകി എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന് വിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി കാര്യമായിട്ട് പടച്ചവൻ നൽകിയത് അക്കില് ബുദ്ധിയാണ്. ആ ബുദ്ധിന്റെ സഹായിക്കാനുള്ള വസ്തുക്കളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. ഇനി ഈ ബുദ്ധിയെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും നിരന്തരമായ പഠനം കൊണ്ടും അനുഭവജ്ഞാനങ്ങൾ, ദുനിയാവിൽ നമുക്കുള്ള അനുഭവജ്ഞാനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അക്കില് കൊണ്ട് നേടുന്ന വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും.
ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ അഖിൽ കൊണ്ടും കണ്ടെത്താൻ പറ്റാത്ത സംഗതിക്കാണ് ഗൈബ്, അദൃശ്യം എന്ന് പറയുന്നത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ എന്ത് ആയുധങ്ങൾ, ഉപകരണങ്ങൾ കണ്ടുപിടിച്ചാലും, നമ്മുടെ അഖിലിനെ, ബുദ്ധിയെ വികസിപ്പിക്കാൻ എന്ത് ആധുനിക ഉപകരണം കണ്ടുപിടിച്ചാലും കണ്ടെത്താൻ പറ്റാത്ത മേഖലകളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്, ജീവികളുണ്ട്, ലോകമുണ്ട്. ഇതിനാണ് അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഇസ്ലാം ഈ ഗൈബിനെ, അദൃശ്യത്തെ വിഭജിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യത്തിന്, ഗൈബിന് പല ഇനങ്ങളുണ്ട്. ഒന്നാമത്തത് അറിവ്. അറിവിനെ ഇസ്ലാം ദൃശ്യമായ അറിവ്, അദൃശ്യമായ അറിവ്, ഇങ്ങനെ രണ്ടായി വിഭജിക്കുകയാണ്. ദൃശ്യമായ അറിവ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഞാൻ വിശദീകരിച്ചതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ അഖിൽ കൊണ്ട്, ബുദ്ധി കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന അറിവിനാണ് ദൃശ്യമായ അറിവ് എന്ന് പറയുന്നത്. അദൃശ്യമായ അറിവ് എന്നതോ അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അഖിൽ കൊണ്ടും മാത്രം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മാത്രം നേടിയെടുക്കാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ അള്ളാഹിന്റെ ദൂതന്മാർ വരണം, എന്നിട്ട് അവരിൽ താങ്ങ് എന്ന നിലക്ക് അതിൽ വിശദീകരണം നൽകണം. പടച്ചവന്റെ വേദഗ്രന്ഥങ്ങൾ, കിതാബുകൾ എന്ന് പറയും. ആ കിതാബിന്റെയും പ്രവാചകന്മാരുടെ വിശദീകരണത്തിലൂടെയും മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന അറിവിനാണ് അദൃശ്യമായ അറിവ് എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും കണ്ടെത്താൻ പറ്റാത്തത്. ഇനി സുഹൃത്തുക്കളെ, മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, എത്ര നല്ലവനാവട്ടെ, സയ്യിദ് കുടുംബത്തിലോ പെട്ടവനാവട്ടെ, അല്ലെ തങ്ങൾ കുടുംബത്തിൽ പെട്ടവനാവട്ടെ, അല്ലെ ആൾ ദൈവമാവട്ടെ, ജനങ്ങൾ വിശ്വസിച്ചു പോണ ആൾ ദൈവമാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ആരാവട്ടെ, ആർക്കും എന്തുള്ളും ദൃശ്യമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അദൃശ്യമായ ജ്ഞാനം പടച്ചവന്, സൃഷ്ടാവിന് മാത്രമുള്ളതാണ്. നമുക്കൊക്കെ എത്ര നമ്മൾ പുരോഗമിച്ചാലും, നിങ്ങൾ വെറും ഇബാദത്തിൽ മുഴുകി അങ്ങനെ ആത്മീയതയുമായി ലയിച്ചു ചേർത്ത്, എങ്കിൽ ആത്മീയമായ ജ്ഞാനത്തിലൂടെ അല്ലെ ആത്മീയമായ ആളുകൾക്ക് അദൃശ്യകാര്യം, അദൃശ്യജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ പിൽക്കാലത്ത് സൂഫിയാക്കൾ എന്നൊരു വിഭാഗം വന്ന് അവർ മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ച് വെറും ഇബാദത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാന്റെ പദവിയിലേക്ക് എത്തും. അങ്ങനെ അവന്റെ കണ്ണിന് പ്രത്യേക ഒരു കഴിവുണ്ടാവും, അദൃശ്യമായ ഒരു കഴിവുണ്ടാവും. അവന്റെ കാതിനും ചെവിക്കൊക്കെ ഒരു അദൃശ്യ ജ്ഞാനം ഉണ്ടാവും. അതിന് പ്രവാചകന്റെ ഒരു ഹദീസ് അവർ ദുർവ്യാഖ്യാനം ചെയ്തു. നബിസാസം പറഞ്ഞ് പടച്ചവന് ഏറ്റവും അടുത്തത് അല്ല നിർബന്ധമായ പുണ്യകർമ്മങ്ങൾ അവനോട് എടുത്ത്, പിന്നെ സുന്നത്തുകളും എടുത്തിട്ട് പടച്ചോനുമായി അടുത്താൽ നബി പറഞ്ഞ, അള്ള പറഞ്ഞതായിട്ട് നബി ഉദ്ധരിക്കാണ്, അവന്റെ കണ്ണും കാതും ചെവിയൊക്കെ ഞാനാവുന്ന ഒരു ഹദീസ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ആരാധനയിൽ മുഴുകിക്കഴിഞ്ഞാൽ പടച്ചവന്റെ കണ്ണ് നമ്മളെ കണ്ണാവെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ കണ്ണിന് ദൃശ്യജ്ഞാനം ഉണ്ടാവും. പടച്ചവന്റെ ചെവി നമ്മുടെ ചെവിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ ചെവിക്ക് പ്രത്യേകത ലഭിച്ചു. ഇങ്ങനെ ഹദീസ് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മുടെ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തും നമ്മൾ വിലയിരുത്തേണ്ടത്. ഖുർആനിലൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. ഖുർആന് ലഭിക്കണില്ലെങ്കിൽ നമ്മുടെ നബിന്റെ സ്ഥിരപ്പെട്ട ഹദീസിലേക്ക് പിന്നെ നമ്മൾ നീങ്ങുക. ഈ രണ്ട് പ്രമാണം കൊണ്ടായിരിക്കണം ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ കണിശമായിട്ട് പറഞ്ഞു, ആലിമുൽ ഗൈബി വശഹാദ അല്ലെങ്കിൽ ആലിമുൽ ഗൈബി വശഹാദ, രണ്ട് ഖിറാഅത്തുണ്ട്. ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്, ദൃശ്യജ്ഞാനവും അദൃശ്യജ്ഞാനവും ഉള്ളവന് പടച്ചവൻ മാത്രമാണ് കേട്ടോ. ഫതആല അമ്മാ യുശ്രികൂൻ,
നിങ്ങൾ വെക്കുന്ന ശിർക്കിനെ തൊട്ട് അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. സൂറത്ത് മുഅ്മിനൂൻ. സ്നേഹിതന്മാരെ, ഇവിടെ പറഞ്ഞ മഹാപാപമായ ശിർക്ക്, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പുണ്യകർമ്മത്തെയും ദുർബലപ്പെടുത്തുന്ന ശിർക്ക് എന്താ? വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കലാണോ? അല്ലെ പടച്ചോനെ പോലെ വേറൊരു പടച്ചോനുണ്ടെന്ന് വിശ്വസിക്കലാണോ? ഒരിക്കലുമല്ല. ഇമാം റാസി ഉൾപ്പെടെയുള്ള സർവ്വ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ് ദൃശ്യവും അദൃശ്യവും അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും അറിയുന്നു വിശ്വസിക്കുക. ദൃശ്യം നമുക്കറിയാം, കൂടെ അദൃശ്യം കൂടി അറിയും. അദൃശ്യം അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് വിശ്വസിക്കലാണ് ഇവിടെ പറഞ്ഞ ശിർക്ക്. ഇനി ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിന് ആവശ്യമില്ലല്ലോ. കാരണം ഈ സൂറത്തിൽ എവിടെയും വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുന്ന പ്രശ്നം തന്നെ പറയുന്നില്ല. ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ പടച്ചവനാണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഫതആല അമ്മാ യുശ്രികൂൻ. അപ്പൊ നിങ്ങൾ വെക്കുന്ന ശിർക്കിനെ തൊട്ട് അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ദൃശ്യജ്ഞാനമുണ്ട്, അതോടൊപ്പം അദൃശ്യജ്ഞാനവും കൂടിയുണ്ട് എന്ന് നാം വിശ്വസിച്ച് കഴിഞ്ഞ സുഹൃത്തുക്കളെ, നാം മുശ്രിക്കാകാണ്. വിഗ്രഹാരാധനക്ക് തുല്യ സമമാണ്. അതുകൊണ്ടാണ് മറ്റൊരു നിലക്കുള്ള വിശദീകരിച്ച് ആകാശത്തുള്ളവരാവട്ടെ അള്ള ഒഴികെ. അപ്പൊ ആര് പെട്ട്? മലക്കുകൾ പെട്ട്, മുസ്ലിം ജിന്ന് പെട്ട്, പിശാച് പെട്ട്, ശകുത്താൻ പെട്ട്, എല്ലാവരും പെട്ട്. വല്ലാതി ഭൂമിയിലുള്ളവരെന്ന് പറഞ്ഞു. നബിമാര് മുർസലീങ്ങൾ പെട്ട്, നബിമാര് പെട്ട്, സയ്യിദുമാര് പെട്ട്, തങ്ങന്മാര് പെട്ട്, ബീവിമാര് പെട്ട്, ജ്യോത്സ്യന്മാര് പെട്ട്, പണിക്കന്മാര് പെട്ട്, ഗണിതക്കാര് പെട്ട്. ആരൊക്കെ ഉണ്ടോ ഭൂമിയിൽ അവരൊന്നും തന്നെ അദൃശ്യമറിയുകയില്ല. ഇല്ലല്ലാഹ്, പടച്ചവനല്ലാതെട്ടോ, പടച്ചവൻ മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി അതിന്റെ ഫിറ്റ് അതിനെ തറപ്പിച്ച് പറയാണ്, വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. ഇവർക്ക് ആർക്കെങ്കിലും അന്ത്യദിനം എന്നാണെന്ന് അറിയോ? ഏതെങ്കിലും മലക്കിനറിയോ ഖിയാമത്ത് നാൾ എന്നതാണെന്ന്? ഏതെങ്കിലും പിശാചിനറിയോ? ഏതെങ്കിലും തങ്ങൾക്കറിയോ? ഏതെങ്കിലും ആത്മീയ നേതാവിനറിയോ? ഏതെങ്കിലും പണിക്കരറിയോ? ഇല്ല. എങ്കിൽ നിങ്ങളെ മാല പോയത്, നിങ്ങളെ മാല പോയത് അദൃശ്യ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ല. നിങ്ങളെ പുയ്യാപ്പിള പോയത് അദൃശ്യ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒക്കെ പിന്നീട് വിശദീകരിക്കാം. അപ്പൊ അള്ളാഹ് പറഞ്ഞ എന്നാണ് അന്ത്യദിനം എന്ന് അവർക്ക് ആർക്കും അറിയാത്തതുപോലെ അദൃശ്യത്തിൽ ഒന്നും തന്നെ അവർക്ക് അറിയുകയില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഇനി സ്നേഹിതന്മാര്, നബിമാരോട് മുഴുവനും പറയാൻ പ്രഖ്യാപിച്ചത് എന്താണ്? വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, പടച്ചവന്റെ ഭണ്ഡാരം ഖജനാവ് ഞങ്ങളടുത്താന്ന് പറയുന്നില്ലട്ടോ. വലാ അഅ്ലമുൽ ഗൈബ, ഞങ്ങൾക്കൊന്നും അദൃശ്യം അറിയില്ല കേട്ടോ. അപ്പൊ മാല പോയത് കിട്ടാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ മഴ പെയ്യുക മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളെ സമീപിക്കേണ്ടതില്ല. നൂഹ് നബി അടക്കമുള്ള നബിമാര് പറയാണ്, ഈ ആയത്തിറങ്ങാൻ പ്രധാന ഒരു കാര്യം നൂഹ് നബിയുടെ ജനങ്ങൾ സമീപിച്ച്, നീ പ്രവാചകനാണെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് ചരക്കിന് വില കൂടും കുറയും ചെയ്യുക, എന്നാൽ ഞങ്ങൾക്ക് കച്ചവടത്തിൽ ലാഭെടുക്കാലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അള്ളാഹ് നബിമാരോട്, നൂഹ് നബി അടക്കമുള്ള നബിമാരോട് പറയാണ്, കൂട്ടരെ ഞങ്ങൾ പടച്ചോനാണോ, പടച്ചോൻ അവതാരനാണോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് എല്ലാ നബിമാരും ഐക്യരൂപത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങളോടും പറഞ്ഞു അവര് പുറത്ത് എവിടെയെങ്കിലും വെച്ച് പ്രസംഗിക്കലെ നബിമാര് ഞങ്ങൾക്ക് ഒഴിവ് അറിയില്ല എന്നുള്ളത്. അവരെ സമീപിക്കുന്ന ഭക്തന്മാരെ, അവരെ സമീപിക്കുന്ന ആളുകളോടും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അദൃശ്യം അറിയുകയില്ലട്ടോ എന്ന്. ഇനി ഖുർആന് അത് മറ്റൊരു നിലക്ക് പ്രഖ്യാപിക്കുക. ആരാണ്? മുഹമ്മദ് നബി, അഷ്റഫുൽ ഖൽഖ്. ആ നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് എന്താണ്? വലാ അഅ്ലമുൽ ഗൈബ, ജനങ്ങളെ എനിക്ക് അദൃശ്യം അറിയില്ല. വലൗ കുന്തു അഅ്ലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ. ജനങ്ങളെ എനിക്ക് അദൃശ്യം അറിയുമെങ്കിൽ എനിക്ക് വലിയ തിന്മ വരുമോ? ഉഹുദ് യുദ്ധത്തിൽ പരാജയം ഉണ്ടാവുമോ? ഞാനൊരു കുഴിയിൽ ചാടി അണപ്പല്ല് പൊട്ടുവോ?
ഖൈബർ യുദ്ധവേളയിൽ മദീനത്തേക്ക് മടങ്ങണ വേളയിൽ ഞാനും ഭാര്യ സഫിയയും വീണു, ഒട്ടകപ്പുറത്ത് വീണു. എന്റെ ഭാര്യ ആയിഷയെ കുറിച്ച് വ്യഭിചാര കേസ് പറഞ്ഞുണ്ടാക്കുവോ? ഒരു ജൂത സ്ത്രീ നബിക്ക് ആട്ടിൽ വിഷം കലർത്തി കൊടുത്ത് അള്ള നബിനെ രക്ഷപ്പെടുത്തി. കാരണം നബി മരിച്ചാലിന് വേറെ നബി വരാനില്ല. വല്ലാഹു യാസിമുക മിനൻ നാസ് എന്ന് പറഞ്ഞു. ഈ ദൗത്യം അത് പൂർത്തീകരിക്കണവരെ നബിയെ എത്ര ശത്രുക്കൾ ഉണ്ടായാലും അന്നെ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തി. പക്ഷേ മരിക്കണ വേളയിൽ നബി ഭാര്യ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, ആ ഖൈബറിൽ വെച്ച ഒരു ജൂത പെണ്ണ് എനിക്ക് ആട്ടിന്റെ മാംസത്തിൽ വിഷം കലക്കി തന്ന് അതിന്റെ വേദന ഞാൻ ഇന്ന് വരെ അനുഭവിക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ മരിക്കുകയാണ്, ഇപ്പോഴാണ് ആ വേദനക്ക് അന്ത്യം കുറിക്കുന്നത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. ഇതാണ് നബിനോട് പറയാൻ പറഞ്ഞത്. എനിക്ക് അദൃശ്യം അറിയുമെങ്കിൽ കൂട്ടരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും വരുമോ? വിജയമല്ലാതെ നന്മയല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് കൈവരുത്തുവാൻ സാധിക്കുമോ? സ്നേഹിതന്മാരെ, പലപ്പോഴും തത്വത്തെക്കാളും വിഷയം നമ്മുടെ മനസ്സിൽ തറക്കുക സംഭവങ്ങളുടെയാണ്. കഥകളിലൂടെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിഷയം വേഗം മനസ്സിലാകുക. അതിനാൽ ഖുർആന് അദൃശ്യജ്ഞാനം, അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം കഥകൾ പറഞ്ഞു. ഒന്ന് സൂറത്ത് യൂസുഫിന്റെ സംഭവം. യൂസുഫ് നബി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഓരോ പോയിന്റുകളും വിളിച്ചു പറയുന്നത് എന്താ? നബിമാരെ കണ്ണിന് നമ്മുടെ കാഴ്ച ശക്തി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എന്റെ കണ്ണിന്റെ ശക്തി മുഹമ്മദ് നബിന്റെ കണ്ണിനുണ്ടായിക്കൊള്ളുന്നില്ല. എന്റെ കേൾവി ശക്തി ചിലപ്പോൾ യാക്കൂബ് നബിന്റെ കേൾവി ശക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യാതൊരു പ്രത്യേകതയും പ്രവാചകന്മാരെ കണ്ണിനോ കേൾവിക്കോ ഇല്ല. പക്ഷെ ചിലപ്പോൾ പടച്ചവൻ മുഇ്ജിസത്ത് എന്ന നിലക്ക്, അമാനുഷിക ദൃഷ്ടാന്തം എന്ന നിലക്ക് ഞാൻ കാണാത്തത് മുഹമ്മദ് നബി കണ്ടു എന്ന് വരും. മലക്കുകൾ വരികയാണ്, നബി സംസാരം കേൾക്കുകയാണ്, നബി കാണും ചെയ്യാണ്. പല ശാസ്ത്രികൾ കേൾക്കണില്ല. പക്ഷെ നബി ഉദ്ദേശിക്കുമ്പോഴൊക്കെ തന്നെ മലക്കിങ്ങനെ ഇതിന് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ചില സംഭവങ്ങൾ പറയാണ്. യൂസുഫ് നബിന്റെ സംഭവം വിശദീകരിക്കാൻ ടൈമില്ല. സഹോദരന്മാരെ യോഗം കൂടി ഉക്തുലു യൂസുഫ, യൂസുഫിനെ കൊല്ലുക എന്ന് പറഞ്ഞു, അല്ലെ എവിടെയെങ്കിലും കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞു. കാല ഖായിലും മിൻഹും ലാ തഖ്തുലു യൂസുഫ വഅൽഖൂഹു ഫീ ഒയാബത്തിൽ ജുബ്ബി. അപ്പം വലിയ സഹോദരൻ യഹൂദ പറഞ്ഞു, യൂസുഫിന്റെ ശല്യം തീരണം, കൊല്ലാൻ ഞാൻ അനുവദിക്കൂല, വലിയ പൊട്ടൻ കിണറ്റിലും കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞു. സമ്മതിച്ചു സുഹൃത്തുക്കളെ. മാപ്പ യാക്കൂബ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വിട്ടു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്നേഹിതന്മാരെ കുറച്ച് ദൂരത്താണ് മക്കൾ കോൺഫറൻസ് കൂടിയത്. അവിടെ തീരുമാനമെടുത്തത്. യാക്കൂബ് നബിക്ക് അത് കേൾക്കാൻ സാധിച്ചോ? കണ്ണിനോട്ട് കാണാൻ സാധിച്ചോ? ഒന്നുമില്ല. അദ്ദേഹം ഇത് നേരാണെന്ന് വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. മകനെ വിളിച്ച് കുളിപ്പിച്ചു കൊടുക്കുകയാണ്, പുതിയ വസ്ത്രം ധരിപ്പിക്കുകയാണ്, ഉമ്മ കൊടുക്കുകയാണ്. മക്കളെ വൈകുന്നേരം കൊണ്ടുവരണട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ എത്തി. കാട് യാക്കൂബ് നബിന്റെ വീട്ടിൽ നിന്ന് ഏർവാടിക്കും നിലമ്പൂരിക്കും മൈലാശ്ശേരിക്കുമുള്ള ദൂരമില്ല, അല്പം ദൂരം മാത്രമേ ഉള്ളൂ. സ്നേഹിതന്മാരെ, യൂസുഫിനെ പിടിച്ച് ഉപദ്രവിക്കാണ്, അദ്ദേഹത്തെ തല്ലാണ്, കരയാണ്. ഉപ്പാന്റെ കരാറുകൾ പാലിക്കണട്ടോ. യാക്കൂബ് നബി ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങളെ കേൾവി ശക്തിയായ യാക്കൂബ് നബിക്കുള്ളൂ. അങ്ങനെ ക്യാൻസലിടുകയാണ്. യാക്കൂബ് നബി ഇത് കണ്ടോ? ഇല്ല. നിങ്ങളെ കാഴ്ച ശക്തിയെ യാക്കൂബ് നബിക്കുള്ളൂ. അങ്ങനെ ക്യാൻസലിട്ട് ഒരു ആടിനെ എടുത്ത് അറുക്കുകയാണ്. യാക്കൂബ് നബി ഇത് കാണുന്നുണ്ടോ? ആടിനെ അറുക്കുന്നതും തന്റെ മകന്റെ വസ്ത്രത്തിൽ പുരട്ടുന്നതും ഒന്നും കാണുന്നില്ല. സ്നേഹിതന്മാരെ, അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയകൾ നിഷ്ക്രിയമാകുകയാണ്. പഞ്ചേന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വസ്ത്രവുമായി വരികയാണ്. പരിശോധിച്ച് നോക്കുമ്പം ചെന്നായ പിടിച്ചത് കാണുന്നില്ല. ആലബൽ സവ്വലത്തിലേക്കും അംഫുസുക്കും അമ്രൻ, എന്തോ നിങ്ങളെ മനസ്സ് ചെയ്യാൻ പോലെ അത് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് വാസനിച്ചും കൊണ്ട് ഇത് ആട്ടിന്റെ രക്താന്ന് മനസ്സിലാക്കാൻ സാധിച്ചോ? ആ കഴിവരെ യാക്കൂബിനുണ്ടായില്ല. പക്ഷെ ഒരു അറബുകാരനാണെങ്കിൽ ചിലപ്പോൾ വസ്ത്രം വാസനിച്ചിട്ട് ഇത് ആടിന്റെ രക്തത്തിന്റെ വാസനയാന്ന് പറയാൻ സാധിച്ചെന്ന് വരും. ആടിനെ അർത്ഥതാണ്, കുറ്റിയതാണ് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
വാസനിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനുഷ്യന്റെ രക്തത്തിന്റെ വാസനയും ആട്ടിന്റെ രക്തത്തിന്റെ വാസനയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ചിലക്ക് സാധിച്ചെന്ന് വരും. അങ്ങനെ മൂക്കുകൊണ്ടോ കണ്ണുകൊണ്ട് നോക്കിയിട്ട് അറിയാൻ സാധിച്ചോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ച് ചെന്നായി പിടിച്ചതാണെങ്കിൽ വസ്ത്രത്തിന് കീറലെങ്കിലും ഉണ്ടാണ്ടേ? സുരക്ഷിതമായ വസ്ത്രം അങ്ങനെ ആക്കൽ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി എന്തോ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നുള്ളത് സമയമില്ല സ്നേഹിതന്മാരെ. അങ്ങനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിലെ രാജാവായി, മന്ത്രിയായി, കെനാല് പട്ടിണിയായി, മക്കളെ പറഞ്ഞയച്ചേക്ക ഭക്ഷണത്തിന് വേണ്ടി തന്റെ മോന്റെ അടുത്തേക്കാന്നറിയോ? ഇല്ല, യാചിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഭക്ഷണം കൊടുത്ത് രണ്ടാം പ്രാവശ്യം ബിന്യാമിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. ബിന്യാമിനെയും ചതിയിൽ അപകടപ്പെടുമെങ്കിൽ ബിന്യാമിനെ വിട്ടുകൊടുക്കോ? മോഷ്ടിച്ച് പിടിച്ച് നേരല്ല. 40 കൊല്ലം ജലാലിനി പറയാം, 40 വർഷം. റാദി പറയും 70 വർഷമായിട്ടാണ് യൂസുഫ മന്ത്രി അദീദ് എന്റെ മകൻ യൂസുഫ എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തൗഹീദ് സമഗ്രവർണം എന്നൊരു പുസ്തകമുണ്ട്. അതിലൊരു മുസ്ലിയാർ എഴുതുന്നത് നബിമാരോ ഔലിയാക്കളോ ഒരു അദൃശ്യകാര്യം അറിയാൻ ആഗ്രഹിച്ചാൽ ഉടനടി അറിയിച്ചു കൊടുക്കും. നമ്മുടെ തെളിവിന്റെ മുമ്പിൽ തോറ്റപ്പെന്ന് പറഞ്ഞ് നബിമാർക്ക് അദൃശ്യം അറിയാനുള്ള കഴിവില്ല, ഔലിയാക്കൾക്ക് അദൃശ്യം അറിയാനുള്ള കഴിവില്ല. അത് ഞങ്ങളും സമ്മതിക്കണ്. പക്ഷെ ഒരു പ്രവാചകൻ അദൃശ്യം അറിയണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനെ തന്നെ അറിയിച്ചു കൊടുക്കും. ഒരു വലിയ അയാൾ മരിച്ചു കിടക്കുന്നവനാവട്ടെ, ഇന്ന ജാറത്തിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന വലിയന് സ്വയമായൊരു കഴിവില്ല എന്ന് ഞങ്ങൾ പറയാണ്. ദൃശ്യമായതുവരെ കാണാനുള്ള കഴിവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ കബറിൽ കിടക്കുന്ന വലിയ ആളോട് സങ്കടം വന്ന് പറഞ്ഞാൽ, മാല പോയിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവളെ അറിയിച്ചു കൊടുക്കുക, മാല എവിടെ ഉണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്. ഇങ്ങനെ ഉടനെ വലിയോ ഒരു നബിയോ അദൃശ്യകാര്യം അറിയണമെന്ന് വിചാരിച്ചാൽ ഉടനെ തന്നെ അറിയിച്ചു കൊടുക്കുന്ന. അവസാനം പ്ലേറ്റ് ഒന്ന് മാറ്റി. ഇതുവരെ പലരും അവരുടെ കഴിവിന് അസാധാരണ കഴിവുണ്ട്. നബി പറഞ്ഞിരിക്കണ്, നിങ്ങളെ കണ്ണ് ഞാനാവുന്ന്, എന്റെ ചെവി നിങ്ങളെ ചെവിയാവുന്ന് പറഞ്ഞിരിക്കണ്. നിങ്ങൾ കണ്ണിനും ചെവിക്കും ഒരു കഴിവ് കിട്ടും, ലഭിക്കുമെന്ന് പറഞ്ഞവര് ഇത്തരം ചരിത്ര സംഭവം നമ്മൾ എടുത്തു പറയാ. യാക്കൂബ് നബിന്റെ കണ്ണിനും കേൾവിക്കും അസാധാരണ ശ്രദ്ധ കിട്ടിയോ? അദ്ദേഹം പ്രവാചകനായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം തെളിവിന്റെ മുമ്പിൽ ഉത്തരം മുട്ടുമ്പം പറയുന്നതാണ്, അതിന് കഴിവ് കൊടുത്ത് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അവർ ഉദ്ദേശിക്കുമ്പോൾ പറഞ്ഞോണ്ട് അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പറയുന്ന തത്വം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഉദ്ദേശിക്കുമ്പോൾ അറിയിച്ചു കൊടുക്കും. ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ വബിയല്ലത്ത് ഐനാഹു വഹുവ ഖലീം. യാക്കൂബ് നബി മകനെ കാണാതെ കരഞ്ഞു കണ്ണിന്റെ കാശ് നഷ്ടപ്പെടുക. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹ് രഹസ്യം ഇതാണത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രവുമായി സഹോദരന്മാർ വരിക. പടച്ചോൻ മൂജിസത്തിലൂടെ ജലാലിനി വരെ കാണാം. കാറ്റിലൂടെ പടച്ചോൻ മൂജിസത്തെ നൽകി യാക്കൂബ് നബിക്ക് വാസന അനുഭവിപ്പിച്ചു കൊടുത്ത്. അപ്പൊ അടുത്തിക്കുന്ന മക്കൾ അറിയാത്ത നിലക്ക് മൂക്കിന് അസാധാരണ കഴിവ് കിട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, അജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിതൂൻ. എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ടെന്ന് മക്കളെ നിങ്ങൾ പറയില്ല എന്നുവെങ്കിൽ ഞാൻ യൂസുഫിന്റെ വാസനകൾ അനുഭവപ്പെടുക. എന്തുകൊണ്ട് സുഹൃത്തുക്കളെ? 40 കൊല്ലം ഈജിപ്തിൽ, കെനാനും ഈജിപ്ത് മാത്രം മൈലുകൾ ദൂരല്ല, വലിയ ദൂരല്ല. 40 കൊല്ലം എന്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മൂക്കിന് അസാധാരണ വാസന അനുഭവപ്പെട്ട് മകൻ ഈജിപ്തിലുണ്ടെന്ന് മനസ്സിലായില്ല? അപ്പോൾ തഫ്സീർ ജലാലൈനി വരെ പറയാണ്, കാറ്റിലൂടെ പടച്ചവരിൽ മൂജിത്ത് എന്ന നിലക്ക് യൂസുഫിന്റെ വാസന യാക്കൂബ് നബിക്ക് എത്തിച്ചു കൊടുത്തതാണ് കാരണം. അതുകൊണ്ടാണ് മനസ്സിലാക്കിയത് എന്ന്. ഇമാം റാദി പറഞ്ഞ 70 കൊല്ലം, 70 വർഷം. ചെറിയ കുട്ടിയായിരുന്നില്ലേ? കെന്റിന് രക്ഷപ്പെട്ട് യുവാവായി, രാജാവായി. ചുരുങ്ങിയത് 70 വർഷം പോട്ടെ. സുയൂത്തി പറഞ്ഞ ആ 40 വർഷത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഇത് എന്തിനാണ് അവളെ പറഞ്ഞത്? ഇത് വെച്ച് നിങ്ങൾ നോക്കി. ഇനി നമ്മുടെ വിശ്വാസം എന്താ? നിലമ്പൂര് മൈലാശ്ശേരി എന്ന് പറയും ഒരു വേലായുധന്, ഓന് ജിന്ന് പൂജകനാണ്. ജിന്നിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അദൃശ്യം അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് ഈ റംസാൻ മാസത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ. ഈ പരിശുദ്ധ നോമ്പ് നോറ്റിട്ട് ആദ്യമാര് ക്യൂ നിൽക്കുക.
മുസ്ലിം സ്ത്രീകൾ ഫർദ ധരിച്ച് ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? ഒരു ഡോക്ടർ മുന്നിൽ ഇപ്പൊ പന്നിപ്പനി ബാധിച്ചല്ലോ, ഒന്നിനും കൊള്ളാത്ത ഡോക്ടർമാരെ മുന്നിൽ വരെ ജനങ്ങൾ ക്യൂ നിൽക്കുക. അങ്ങനെ ക്യൂ നിൽക്കുകയാണോ? അല്ല. പിന്നെന്തിനാണ്? തന്റെ മാല പോയിട്ടുണ്ട്, തന്റെ ഭാവിയെക്കുറിച്ച് അറിയണം. കൂട്ടത്തിൽ മന്ത്രിമാരുണ്ടാവും, MLA മാരുണ്ടാവും. മൈലാശ്ശേരി വേലായുധൻ ക്യൂ നിൽക്കുകയാണ്. എന്തിന്? ഇങ്ങനെ ജിന്നിനൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് അദൃശ്യമറിയാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെക്കാളും അദൃശ്യമറിയാനുള്ള കഴിവുള്ളത് ജിന്ന് പൂജകന്മാർക്കാണോ? ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഇനി അതുപോലെ തന്നെ ഓരോ തങ്ങന്മാരെ വീട്ടില്, ഓരോ സയ്യിദുമാരെ വീട്ടില്, ബീവിമാരെ വീട്ടില്, പണിക്കന്മാരെ വീട്ടില് ഈ പരിശുദ്ധ റംസാൻ മാസത്തിൽ നോമ്പും നോറ്റ് മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ക്യൂ നിൽക്കുക. എന്തിനു വേണ്ടിയാ സുഹൃത്തുക്കളെ ക്യൂ നിൽക്കുന്നത്? മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ മനുഷ്യന്മാർ നിൽക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ക്യൂ നിൽക്കാറുണ്ട്. എന്തെങ്കിലും കണ്ടത് കിട്ടാൻ, കളവ് പോയത് അറിയിക്കാൻ വേണ്ടി. മൗലൈമാരെ വീട്ടിൽ മതവിധി ചോദിക്കാൻ വേണ്ടി ചിലപ്പോൾ ക്യൂ നിൽക്കാറുണ്ട്. അതേമാതിരിയാണോ ഈ സയ്യിദുമാരെയും തങ്ങന്മാരെയും അതുപോലെ ആൾ ദൈവങ്ങളുടെയും പണിക്കന്മാരുടെയും വീട്ടിൽ ക്യൂ നിൽക്കുന്നത് ജനങ്ങൾ? അല്ല. പിന്നെന്താ? മോന് ഗൾഫിൽ പോയിട്ടുണ്ട്, ജോലിയൊക്കെ നന്നാവണം, അല്ലെ മാല പോയിട്ടുണ്ട്, ഉയാപ്പണ്ണ കാണുന്നില്ല, അല്ലെ ഭാവിയെക്കുറിച്ച് അറിയണം, എന്റെ ഭാവി എവിടേക്കാണ്, ഇത് അറിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ മുസൽമാന്റെ കയ്യിൽ ഖുർആനില്ലേ? യാക്കൂബ് നബിയുടെ ചരിത്രം അവർ പഠിച്ചിട്ടില്ലേ? ഒരു കഥാപ്രസംഗം നടത്താറില്ലേ? 7 ദിവസവും യൂസുഫ് നബിനെ പ്രേമിച്ച സുലൈഖ എന്ന് പറഞ്ഞ് കഥാപ്രസംഗം നടത്തി പിരിവ് നടത്താറില്ലേ? അള്ളാഹ് എന്തിനെ പറഞ്ഞത്? ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കഥാപ്രസംഗം നടത്തി പണം പിരിച്ചാനല്ല. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. പല ദൃഷ്ടാന്തങ്ങൾ, തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയാം. ഇനി സ്നേഹിതന്മാരെ, ഖലീലുള്ള ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരിക. എന്താ സംഭവം? മലവുല്ലായിലയിൽ അദൃശ്യ ലോകത്തിൽ പടച്ചോൻ തീരുമാനിച്ച് ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിച്ച് കളയണം. കാരണം സ്വവർഗരതിയിൽ ആനന്ദം കണ്ടെത്താണ്. അന്ന് ആ സമൂഹത്തെ നശിപ്പിച്ചില്ലെങ്കിൽ എഡ്സ് രോഗം അന്ന് തന്നെ പടർന്നു പിടിക്കുമെന്നാണ് ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞത്. ഇതൊക്കെ അനുവദിക്കുന്ന ബില്ല് പാസ്സാണോ പാസ്സാന്റെ തർക്കം തന്നെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതൊക്കെ ചിന്ത വരുമ്പോൾ തന്നെ അടിച്ച് തകർക്കുക വേണ്ടിയത്. അതിനൊക്കെ നീട്ടിയേക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നും അത് വമിൻഹ ഖായിമും വഹസീദ്. പല നൂനബിന്റെ സമുദായത്തെ നശിപ്പിച്ച്, ആദ്യകാലം നശിപ്പിച്ച്, ലൂത്തിന്റെ സമൂഹത്തെ അള്ളാഹ് പറഞ്ഞ് ചിലത് ഇന്നും ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് ഞാൻ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ്. ചിലത് നശിപ്പിച്ചു പോയി, ലൂത്തിൻ്റെത് നശിപ്പിച്ചില്ല. അള്ളാഹ്ക്കറിയാലോ ഇങ്ങനെയൊക്കെ ബുദ്ധിജീവികൾ ചിന്ത തുടങ്ങും എന്നുള്ളത്. ഇപ്പൊ പാലക്കാട് 2 പോലീസുകാർ വെടിവെച്ചൊന്നില്ലേ? ഒരിതില് ആനന്ദം കണ്ടെത്തിയവരാ. അവസാനം ഒരുത്തം പെണ്ണ് അന്വേഷിച്ചതാ. ആ മറ്റേ പോലീസുകാരന് നിരാശ, ഓരോ തലക്ക് വെടിവെക്കുക, അപ്പം ആത്മഹത്യം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ വിഷയം അതല്ല. പഠിച്ചോൻ ഈ വർഗത്തഞ്ഞ് വിട്ടുകൂടാ. വിഗ്രഹത്തെ ആരാധിച്ചാൽ അതിലും കുഴപ്പമാണ് ഇത്തരം പ്രകൃതി വിരുദ്ധ ഏർപ്പാടുകൾ. അള്ളാഹ് കുറെ മലക്കുകളെ വിളിച്ച് മനുഷ്യരൂപമുണ്ടാക്കി അള്ളാഹ് സൃഷ്ടിക്കാണ് മനുഷ്യരൂപത്തിൽ മലക്കിനെ ഒക്കെ പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ ലൂത്ത് നബിന്റെ അടുത്ത് വന്ന് അള്ളാഹ് പോണ സമയത്ത് ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറി ഒരു കുഞ്ഞ് സാറയിൽ ഇസാക്ക് ജനിക്കുന്നുണ്ടെന്ന വാർത്തയും കൂടി അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഇബ്രാഹിം നബിന്റെ കണ്ണിന് പ്രത്യേക കഴിവുണ്ടോ സുഹൃത്തുക്കളെ? മലവിലായിലേ കണ്ടോ? എന്റെ കണ്ണപ്പോയും ലൗഹിലെന്നോ പറഞ്ഞല്ലേ? യതീശേഖരന്റെ കണ്ണ് എപ്പോഴും മലവിലായില്ല. ഇബ്രാഹിം നബിന്റെ കണ്ണ് അങ്ങോട്ട് എത്തിയോ? സംഭവം കണ്ടോ? വരുന്ന മനുഷ്യനെ മനസ്സിട്ട് മനസ്സിലാക്കാൻ സാധിച്ചോ? ഇത് മലക്കാണ്, മനുഷ്യനല്ല എന്ന് മനസ്സിട്ട് ഒരു നേരത്തെ അക്കിൽ കൊണ്ട് മനസ്സിലാക്കിയോ? ഇല്ല. അവസാനം ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കൈ നിൽക്കുന്നില്ല. അപ്പം ഭയപ്പെടുകയാണ്. പിന്നെ വിശദീകരിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇബ്രാഹിം നബി ദൃശ്യമായത് മനസ്സിലാക്കി. ദൃശ്യമായതാണ് വീട്ടിൽ വിരുന്നാർ വന്നത്, മനുഷ്യരൂപ കണ്ണോട് കണ്ട് ഞാനും കൂടെ കാണുന്ന മാതിരി. പക്ഷെ അദൃശ്യമായത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഹൈവക്ക് അദൃശ്യമായതാണ് ഇവർ മലക്ക് മനുഷ്യരൂപത്തിൽ അള്ളാഹ് പടച്ചവരാണ്, അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇനി കുറച്ച് ദൂരത്താ
മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി കുറച്ചകലെ, സൂര്യസീന വളർച്ച കുറച്ചകലെ, സാമിരി എന്ന ചങ്ങായി മൂരിക്കുട്ടിനെ പശുക്കിടാവിനുണ്ടാക്കി ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുക. നമ്മളെ മാല പോയ പ്രശ്നമല്ല കൂട്ടരെ, നിങ്ങളെ പുയാപ്പിള പോയ പ്രശ്നമല്ല. ജനങ്ങൾ മുഴുവനും വിഗ്രഹം ഉണ്ടാക്കി മൂരിക്കുട്ടനുണ്ടാക്കി ആരാധിക്കുക. കുറച്ച് ദൂരമുള്ളൂ. ഏറുവാടിക്കും പാണക്കാടുക്കും ഒക്കെ ഉള്ള ദൂരല്ല, നിലമ്പൂരിക്കുള്ള ദൂരല്ല. ഇബ്രാഹിം നബിക്ക് മൂസാ നബിക്ക് മനസ്സിലായോ? ഇല്ല. അള്ളാഹ് ചോദിക്കാവാ ആയി ജലക്കാൻ കൗമിക്കയാ മൂസ, മൂസ എന്താ ഇത്ര ധൃതിപ്പെട്ട് വന്നതെന്ന് ചോദിച്ചു. എന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, എന്റെ ജനങ്ങളെ മറിച്ചോനെ ഞാൻ പറഞ്ഞ മാതിരി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വിശദീകരിക്കാൻ ടൈമില്ലെങ്കിൽ വാക്യങ്ങൾ വിശദീകരിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൂസാ നബിന്റെ മൂക്കിന്, മൂസാ നബിന്റെ കണ്ണിന്, മൂസാ നബിന്റെ ചെവിക്ക് നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും കാഴ്ച ഉണ്ടായിനോ? അതേ സമയത്ത് മൂസാ നബി അള്ളാന്റെ സംഭാഷണം കേൾക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെവിക്ക് എന്തുണ്ട്? പ്രത്യേക ദൃഷ്ടാന്തമുണ്ട്. അതെന്തുകൊണ്ട്? തൽക്കാലം അള്ള കഴിവ് കൊടുക്കുക, തൽക്കാലമായി അള്ളൊരു മാറ്റം വരുത്തുക, സ്ഥിരമായിട്ടില്ല. ആ വഹി ഇറങ്ങണ സമയത്ത് മുഹമ്മദ് നബിന്റെ സാത്തിൽ മലക്ക് വരിക, നമ്മൾ കാണുന്ന നബി കാണുക. എന്നാ നിങ്ങൾക്കറിയോ ഉഹുദിലെ നബി വീണതെങ്ങനെ? ഒരു കുഴി ഉണ്ടാക്കിയതാ, മേലെ മൂടിയതാ. അത് കാണാൻ നബിന്റെ കണ്ണിന് കാഴ്ച സാധിച്ചോ? നബി കുയിലി ചവിട്ടി വീഴുക. ഉഹുദിൽ പരാജയം ഉണ്ടായതെന്ത്? മലന്റെ പിന്നിൽ കൂടെ ഖാലിദ് ബിൻ വലീദ് ഒരു ചെറിയ സൈന്യവുമായി വരിക. ഒരു മലന്റെ വ്യത്യാസമുള്ളൂ. തിരൂരും നിലമ്പൂരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ആ വ്യത്യാസമല്ല. നബിയും മുറിയാത്ത സഹാബത്ത്, കറാമത്തുള്ള സഹാബത്തുണ്ട്. ഒരു മലന്റെ മറവ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ച, കാണാൻ സാധിച്ചോ? നബിന്റെ ഭാര്യ ആയിഷാ ബീവി വ്യഭിചാര കേസ് പറഞ്ഞുണ്ടാക്കി. ആയിഷാ ബീവി കൂടാരത്തിലുണ്ട് എന്നാ വിചാരിച്ചത്, മറച്ചിരിക്കാൻ പോയതാ. നബിയും സഹാബി വര്യന്മാരും ഈ കൂടാരം താങ്ങി പൊന്തിക്ക ഒട്ടകപ്പുറത്ത് വെക്കാന്. ചെയ്തന്മാരെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ. ഒരു 5 സെന്റിമീറ്റർ, ഏറിയ 5 സെന്റിമീറ്റർ തടിയുള്ളൊരു മറ മാത്രം, ഈ തപ്പാന്റെ ഒരു മറയുള്ളൂ. ആ മറന്റെ ഉള്ളിൽ കൂടെ ഭാര്യ ആയിഷാ ബീവി കൂടാരത്തിലുണ്ടോ ഇല്ലേ എന്നുള്ള നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? ഉമർ, അബൂബക്കർ, ഉസ്മാൻ റളിയല്ലാഹു അവർക്ക് കാണാൻ സാധിച്ചോ? ഇല്ല. അപ്പം നബിന്റെ കണ്ണിന് അദൃശ്യമായ കാഴ്ചശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭാര്യ ആയിഷാ ബീവി കൂടാരത്തിലുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല? അങ്ങനെയാണ് പരാജയം. നബിന്റെ പേരിൽ ഒരു മാസം നബിക്ക് പൂതില്ലാത്തോണ്ട് ഒരു വലിയ ഒരു അദൃശ്യകാര്യം അറിയണമെന്ന് ആഗ്രഹിച്ച ഉടനെ അറിയിച്ചു കൊടുക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വിട്ടത്. നബിക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാ സുഹൃത്തുക്കൾ മാസം നബി ബുദ്ധിമുട്ടിയത്. ബരീറിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? ആയിഷനെ കുറിച്ച് എന്താ ബരീറ നീ പറയുന്നത്? അജവാനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? എന്താ നിന്റെ അഭിപ്രായം ആയിഷനെ കുറിച്ച്? ആഗ്രഹമില്ലായിരുന്നോ? ഒരു മാസം നബി നട്ടം തിരിയ. അവസാനം അമോശം കാക്ക അബൂബക്കറിനെ വിളിച്ചിട്ട് മകളെ കൊണ്ടുപോകാൻ പറയാ, അവൾ കൊണ്ടുപോകാൻ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്ത്? ഇങ്ങനെ ഖുർആൻ വിശദീകരിക്കാൻ ഓരോ നബിമാരുടെ ചരിത്രം, മൂസാ നബിന്റെ ചരിത്രം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സ്നേഹിതന്മാരെ? അദൃശ്യമായ അറിവ് പഠിച്ച തമ്പുരാന് മാത്രമാണ്, ആർക്കില്ല. അപ്പോൾ പിന്നെ ചില എതിർ രേഖകളുണ്ടാവും. ഖിദിർ നബി അലൈഹി ഇസ്ലാം കുറെ മറിഞ്ഞ കാര്യം പറഞ്ഞില്ലേ? മുഹമ്മദ് നബി പല മറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അതോ ഖിദിർ നബിന്റെ സംഭവത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം ചില മറിഞ്ഞ കാര്യം പറഞ്ഞില്ലേ? ഇതിന് വ്യക്തമായി മറുപടി അല്ല പറഞ്ഞു. സൂറത്ത് ജിന്നിൽ അല്ല പറഞ്ഞു, ആലിമുൽ ഗൈബി ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ മിർ റസൂൽ. അദൃശ്യജ്ഞാനം പഠിച്ചവന് മാത്രമാണുള്ളത് കേട്ടോ. ചിലപ്പോൾ നബിമാരല്ല തെരഞ്ഞെടുത്തിട്ട് വഹിയിലൂടെ ചില അദൃശ്യ കാര്യം പറഞ്ഞു, അപ്പൊ അത് മാത്രം അറിയും. സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു പറഞ്ഞു, മാ കാന അല്ലാഹു ലിയുത്ലിയകും അലൽ ഗൈബി. അദൃശ്യകാര്യം അദൃശ്യ മാർഗത്തിലൂടെ പഠിച്ചവൻ നിങ്ങൾക്ക് അറിയിച്ചു തരൂല. നമുക്ക് ദൃശ്യമായ മാർഗം മാത്രമുള്ളത്. ഇപ്പൊ എന്റെ വീട്ടിലുള്ളത്, എന്റെ റൂമിലുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങൾക്ക് അറിയാനുള്ള എന്തേ വഴിയുള്ളൂ? ദൃശ്യ വഴി മാത്രം.
എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് റൂമിൽ പ്രവേശിച്ച് കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റൂം മനസ്സിലാക്കിയ ഒരാൾ പറഞ്ഞു തരിക. നിങ്ങൾക്ക് കുട്ടിച്ചാത്തനെ വിട്ടിട്ട് എൻ്റെ റൂമത്ത് പറയാൻ പറ്റുമോ? എന്നാ ആരാണ് തയ്യാറുള്ളവര്? തയ്യാറിൽ മുന്നോട്ട് വരാ. എൻ്റെ റൂമിലുള്ളത് ഏതെങ്കിലും വലിയ വേലായുധനാവട്ടെ, നെൽമ്പൂരത്തെ വേലായുധനാവട്ടെ, വേലായുധനത്തേക്ക് ഞാൻ പോരങ്ങളെ കൂടെ. എന്നിട്ട് ആ വേലായുധന് എൻ്റെ റൂമിലുള്ളത് ഇന്നൊക്കെ കുട്ടിച്ചാത്തനും കാളിനും മൂപ്പര് പ്രധാനമായിട്ട് കാളിയാണ്. പോയത് കിട്ടിയാൽ കാളിക്കൊരു പവൻ കൊടുത്തൂടെ എന്നാ സുഹൃത്തുക്കളെ ഈ മനുഷ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് തലപ്പാവുള്ള രാജ്യന്മാർ തരാന്നാണ് പോരുക. നിങ്ങളെ കോട്ടക്കത്തെ രാജ്യാരാ അയാൾക്ക് വലിയ പൈസയൊക്കെ സഹായം ചെയ്തു കൊടുത്തത്. കാളിക്ക് അങ്ങനെ തന്നെ ചോദിക്കുന്നത്, കിട്ടിയാൽ കാളിക്കൊരു പവൻ കൊടുത്തൂടെ, കൊടുക്കാന്നാണ് പോരുക. ഏറ്റിട്ട് നമ്മൾ പോരുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ റൂമെത്തത് ഈ വേലയിനെ കൊണ്ട് നിങ്ങൾ കുട്ടിച്ചാത്തിന് കാളിനെയൊക്കെ വിട്ടിട്ട് പറയിച്ചെന്ന എൻ്റെ വീടങ്ങോട്ട് ജപ്തി ചെയ്തു തരാം. വേണ്ട, നിങ്ങൾ ആരെ പിടിച്ചോളി, നമ്മളെ സയ്യിദുമാരെ, ബീവിമാരെ, തങ്ങന്മാരെ, ചാത്തനെ ആരെ പിടിച്ചോളി. ഞാൻ തെറ്റ ഷെഡിന്റെ കളറൊന്ന് പറഞ്ഞു തരിക, ഏത് കടിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു തരിക. നിങ്ങൾ പറഞ്ഞു തരുമോ? കൂടുതലൊന്നും വേണ്ട. ഞാൻ ധരിച്ച ഷെഡിന്റെ കളറും അത് ഏത് കടിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു തന്നാൽ മതി. സാധ്യമല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ദൃശ്യമായത് മാത്രമേ മാർഗമുള്ളൂ, അദൃശ്യമല്ല. നബിമാരാണെങ്കിൽ എന്ത് ചെയ്യും? പടച്ചോൻ വഴിയിലൂടെ അത് അറിയിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാം വെല്ലുവിളിച്ച് പറഞ്ഞത്, അമാ തദ്ഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച വസ്തു ഇപ്പം ഞാൻ പറഞ്ഞുതരാം. കാരണം പടച്ചോൻ എനിക്ക് വഴി ഇറക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചേ ഞാൻ പറഞ്ഞുതരാം. അതിൽ ദൃഷ്ടാന്തം ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്നതിനല്ല. ഞാൻ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് എന്നതിൽ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ. സ്നേഹിതന്മാരെ പിശാചിനെയും കുട്ടിച്ചാത്തനെയും കാളിനെയൊക്കെ വിട്ടിട്ട് സാധിക്കുമെങ്കിൽ എങ്ങനെ ദൃഷ്ടാന്താകുക? എതിരാൾക്ക് പറഞ്ഞൂടെ, ഈസാ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞങ്ങളും പറഞ്ഞു തരണമെന്ന് ചോദിച്ചൂടെ? ദൃഷ്ടാന്താവോ? അപ്പൊ അത് ഒഴിവാണ്. ഏത് എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, എൻ്റെ വായന റൂമിലുള്ള വസ്തു എന്നതൊക്കെ എന്നുള്ള നിങ്ങളെ സംഭവിച്ച് ഒഴിവാ. ഒഴിവായുണ്ടല്ലേ ഈസാ നബി നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചേ ഞാൻ പറഞ്ഞുതരാന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ള പറയാണ്, അള്ള ഒഴിവ് ആർക്കും എത്തിച്ചു കൊടുക്കൂല, അറിയിച്ചു കൊടുക്കൂല. ഇല്ല വലാകിന്നല്ലാഹ യജ്തബീ മിൻ റുസുലിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്ന ദൂതന്മാരെ തെരഞ്ഞെടുക്കുക, വഹിയിലൂടെ അറിയിക്കുക. അതറിയും. അതുകൊണ്ടാണ് സ്നേഹിതന്മാരെ വെള്ളിയാഴ്ച നബി ഖുതുബ നിർവഹിക്കുമ്പം ഹസൻ ഹുസൈൻ കയറി വന്നാൽ ഖുതുബ നിർത്തും. ചെന്നിട്ട് 2 കുട്ടിയൊക്കെ ഉമ്മ കൊടുക്കും. മിമ്പറിന്റെ അടുത്ത് കൊണ്ട് ഇരുത്തും. കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഉച്ചു വീഴും നബിന്റെ. ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ ഹസൻ ഹുസൈനെ ചുംബിച്ചിട്ട് പിന്നെ കരീണെന്താ? നബി പറഞ്ഞു, എനിക്ക് 2 കുട്ടികൾക്കും അപകട മരണമാണ് സംഭവിക്കാന്ന് പടച്ചവനിക്ക് വഴി നൽകിയിട്ടുണ്ട്. എങ്ങനെയെന്ന് അറിയിച്ചല്ല. അറിഞ്ഞോ സുഹൃത്തുക്കളെ? എങ്ങനെ ഹുസൈൻ മരിച്ചത്? കൂപ്പക്കാർ 100ഓളം കത്തെഴുതി ഹുസൈൻ ഖലീഫയാവാൻ ഇമാമുക്കാൻ വരണമെന്ന്. അവസാന രക്ഷയില്ലാതെ അദ്ദേഹം നബി കുടുംബത്തെയായിട്ട് പുറപ്പെടുക. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് അന്ന് പ്രഗത്ഭ സഹാബി വര്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞു, ഹുസൈനെ പോകരുതട്ടോ, ഇറാഖുകാർ ചതിയന്മാരാ. നിന്റെ പിതാവ് അലിനെ ചതിച്ചു കൊന്നില്ലേ, കൂറുമാറി. അദ്ദേഹം 100 കത്തുകൾ കാണിച്ചു കൊടുക്കുക, പുറപ്പെടുക. കർബല എന്ന സ്ഥലത്തെത്തിയപ്പോൾ യസീദിന്റെ പട്ടാളം ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ നബി കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുക. ഇത് നബിക്ക് അറിയുമായിരുന്നോ സുഹൃത്തുക്കളെ? അറിയുമെങ്കിൽ നബി പറയില്ല, ഹുസൈനെ കൂപ്പക്കാരെ കത്തിൽ വിശ്വസിച്ച് പോകരുതട്ടോ, എന്റെ കുടുംബത്തെ അറുകൊല നടത്തരുതെന്ന് പറയില്ലേ? ഇനി ഹുസൈൻലാവിന് മനസ്സിലായ, ഹുസൈൻലാനേക്കാൾ വലിയ തങ്ങന്മാരും സയ്യിദുമാരൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായ കൂപ്പക്കാർ ഇങ്ങനെ ചതി നടത്തും എന്നുള്ളത്. ഹുസൈൻലാവ് അസൻലാവ് എങ്ങനെയാ മരിച്ചത്?
ഭാര്യയോട് സുബ്ഹ് നിസ്കരിച്ച് ദാഹജലം ആവശ്യപ്പെട്ട് അടുക്കളയിൽ നിന്ന് വിഷം ചേർക്കുക. പൂമുഖത്താണ് അസല്ലാഹ് ഇരിക്കുന്നത്. അസാധാരണ കഴിവുണ്ടോ കൂട്ടരെ? കണ്ണിനുണ്ടോ? ഹുസൈൻ്റെ മൂക്കിനുണ്ടോ? വിഷം കലർത്തുന്ന വാസന കേട്ടോ? അവസാനം ഭാര്യ കൊടുത്ത ദാഹജലം കുടിക്കുക, പടഞ്ഞു വീണ് മരിക്കുക. അങ്ങനെ അസല്ലാഹ് മരിച്ചത്. അപ്പൊ വഹിയിലൂടെ അറിയിച്ചു കൊടുക്കും. അതാണ് ഖിളിർ നബി എന്നെ പറഞ്ഞ് മൂസാ നബിക്ക് എന്നാ മനസ്സിലായോ? മുന്നിലെ പോക്കിരി രാജാവുണ്ട്, മൂസാ നബിക്ക് മനസ്സിലായോ? ഒരു മതിലിന്റെ വീഴാൻ പോയത് മൂസാ നബിക്ക് മനസ്സിലായിരുന്നു നിധി ഉണ്ട് എന്നുള്ളത്. ഖിളിർ നബി എന്ന് പറഞ്ഞ് ആ മതിൽ നേരെ നിർത്തി എന്താ അതിന്റെ ഉള്ളിൽ നിധി ഉണ്ട് എന്ന് മൂസാ നബിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നിധിക്ക് വേണ്ടിയിട്ട് ആളെ സമീപിക്കുക, നിധി കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഇടവണ്ണാണ് തൗഹീദിലെ ഈറ്റില. ഒരു 10 കൊല്ലം മുമ്പ് രാത്രി 12 മണിക്ക് ഇങ്ങനെ കളക്കൽ കേൾക്കും. എന്താ പഠിച്ചനെ കളക്കല്? ഒന്ന് വിചാരിച്ച് സ്ഥിരമായിട്ട് കേൾക്കുക. അതിനെ ചെന്ന് നോക്കുമ്പോ എന്തായാലുണ്ടോ ഒരു ഇവനെ കൊണ്ട് നിധി കിട്ടുന്ന ഏതോ ചങ്ങായി പണിക്കര് പറഞ്ഞതാ. എന്നിട്ട് നിധി കണക്കുക. പറഞ്ഞ സ്ഥലം കണച്ചെത്തുമ്പം കാണൂല. അപ്പം ഇവൻ പറയും എന്തായാലുണ്ടോ നിധി അങ്ങോട്ട് നീങ്ങിക്കണ് അറിയും. എന്നാ കൂട്ടരെ ഓട്ട കാണൂല. പൊരിച്ചായി ഇവിടുന്ന് പോകുമ്പോ ദോരം ഉണ്ടാവൂലേ? ഇത്ര വലിയ നിധിയാണ്ട് പോകുമ്പോ പിന്നെ ഓട്ടം ഉണ്ടാവൂലേ? എന്നിട്ട് അവിടെയും കളക്കുക, മറ്റോടത്തും കളക്കുക. അപ്പൊ പൂജാരി എന്ത് പറയും? പിന്നെ മന്ത്രവാദി അവസാനം പറയും ഒരു കുട്ടീനെ അറക്കണം എന്നറിയും. അറക്കാൻ വേണ്ടിയില്ല, കുട്ടീനെ അറക്കാൻ പറയുമ്പോ അപ്പൊ പിന്മാറുന്ന് വിചാരിച്ച് പറയുന്നതാ. വലിയ ഭൂതം പിശാചാ നിധിക്ക് കാവലിക്കണം കേട്ടോ. നിധിയായിട്ട് കൊണ്ടുപോകുക. ഈ പിശാചിനെ തൃപ്തിപ്പെടുത്തണം, നരബലി നടത്തണം എന്നറിയും. ഈ ചങ്ങായി എന്തു ചെയ്യും? അത് നടത്തും. മന്ത്രവാദിനെ നടത്താൻ വേണ്ടി പറയണല്ല, കുട്ടീനെ അറക്കണം എന്ന് പറയുമ്പോൾ ഏതായാലും ഇനി അവിടെ വെച്ച് വേണ്ടെന്ന് വെക്കൂല, കളക്കൽ നിർത്തിയെന്ന് വെക്കും. അങ്ങനെയാ സംഭവിക്കണത് ഇല്ലേ? അപ്പൊ അള്ളാഹ് പറയാണ് വഹിയിലൂടെ ഖിളിർ നബി എന്നെ പറഞ്ഞു വമാ ഫഅൽതുഹു അൻ അംരി. എനിക്ക് അദൃശ്യം അറിയണല്ല മൂസേ, എനിക്ക് ലഭിക്കാത്ത ചില വഹി എനിക്ക് കിട്ടിയതാണ്. തുടക്കം തന്നെ എന്താ? വവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാ മിൻ ലദുന്നാ ഇൽമാ. റാദി വരെ പറയാ റഹ്മത്തൻ നുബുവത്ത. ഇബ്നു അസ്കലാനി ഫത്തുൽ ബാരി പറഞ്ഞ് ഖിളിർ നബി മാത്രല്ല കേട്ടോ, വൽ മുർസലും മുർസലുവാ. അപ്പൊ മൂസാ നബിക്ക് ഇറങ്ങാത്ത ചില വഹി ഖിളിർ നബിക്ക് ഇറങ്ങി അവ കിട്ടിയെന്നർത്ഥം. ഇത്രയേ ഉള്ളൂ അത്. അപ്പൊ നബിമാർക്ക് മാത്രം ചെറിയൊരു പഴുത്. അത് അള്ളാന്റെ വഹി ഇറങ്ങിയാൽ അള്ളാഹ് ഉദ്ദേശിക്കുമ്പോ വഹി സ്നേഹിതന്മാരെ മുറിഞ്ഞും പോയി. മുഹമ്മദിന് ശേഷം വഹി എന്നേക്കുമായി മുറിഞ്ഞു പോയി. അതുകൊണ്ട് സഹീഹ് ബുഖാരി മുസ്ലിമിൽ കാണാം ഉമർലായുടെ ഫസ്റ്റ് കുത്തുബ എന്താണെന്ന് അറിയങ്ങൾ? ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ പ്രസംഗം ബുഖാരി ഉദ്ധരിക്കുക. അദ്ദേഹം ഹംദു സലാത്തൊക്കെ ചൊല്ലി നബിനെ കുറിച്ച് പറഞ്ഞ് അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞ് നബിന്റെ കാലത്ത് ചില രഹസ്യങ്ങൾ വഹി നബിക്ക് ഇറങ്ങുന്നത് കൊണ്ട് ചില അദൃശ്യങ്ങൾ മനസ്സിലാക്കി പിടികൂടി ശിക്ഷിച്ചിരുന്നു. പക്ഷെ വൈന്നൽ വഹിയ കതിങ്കത, വഹി എന്നേക്കും മുറിഞ്ഞു പോയട്ടോ. ഇനി ഞങ്ങൾക്ക് അദൃശ്യ ഞാനല്ല. അതുകൊണ്ട് ഈ ഉമർ മോഷ്ടിക്കാത്തവന്റെ കൈ മുറിക്കാൻ കൽപ്പിച്ചെന്ന് വരും, വ്യഭിചരിച്ചാത്തവനെ 100 തല്ല് തല്ലാൻ കൽപ്പിച്ചെന്ന് വരും. നിങ്ങൾ ഭരണത്തിന് എതിർ നിൽക്കരുത്, എന്നോട് പകണ്ടാവരുത്. എനിക്ക് അദൃശ്യമറിയാൻ ഒരു വഴിയുമില്ല. ഞാൻ ബാഹ്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്യണട്ടോ. 10,000-കണക്കിന് സഹാബത്ത് ആരും എതിർത്തില്ല. ഉമറേ, നമ്മളൊക്കെ ഔലിയാക്കളല്ലേ, നമുക്ക് കറാമത്തില്ലേ, കറാമത്തിലൂടെ അദൃശ്യം അറിയില്ല എന്ന് പറഞ്ഞില്ല. എല്ലാവരും സമ്മതിക്കുക. അപ്പൊ ഇനി സ്നേഹിതന്മാരെ ഈ വിഷയം ക്ലോസ് ആക്കാണ്. അതായത് ഒരു മനുഷ്യന് പണിക്കരാവട്ടെ, കാണനാവട്ടെ, ജോത്സ്യനാവട്ടെ, നമ്മുടെ തങ്ങന്മാരാവട്ടെ, സയ്യിദുമാരാവട്ടെ, ആ ദൈവാട്ടാവട്ടെ, ദേവിയാവട്ടെ, മറിഞ്ഞ കാര്യം അറിയാൻ ഒരു വഴിയുമില്ല. കുടിജാതനാവട്ടെ, പിശാചാവട്ടെ, മലക്കിനെ കീഴ്പ്പെടുത്തിയിട്ട് സാധിക്കുമോ? ഒരു തങ്ങൾ നന്നായിട്ട് നിസ്കരിച്ച് നോക്കുമ്പോഴത്തേക്ക് മലക്കിനോട് കീഴ്പ്പെടുത്തിയിട്ട് വഴി അറിയാൻ പറ്റുമോ? ചീത്ത ചെയ്ത് പിശാചിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെങ്കിൽ മലക്കിനെ കീഴ്പ്പെടുത്താലോ? നന്മ ചെയ്തിട്ട് മലക്കിനെ കീഴ്പ്പെടുത്തിയിട്ടോ അല്ലെ ജിന്നിനെ കീഴ്പ്പെടുത്തിയിട്ടോ അറിയോ? ഇല്ല. ക്രോസ് ആയി എന്നർത്ഥം. ഇനി ഭയം, പേടിയെ ഇസ്ലാം മതം രണ്ടാക്കുകയാണ്. ഒന്ന് ദൃശ്യമായ പേടി, അദൃശ്യമായ ഭയം. ദൃശ്യമായ ഭയം, അദൃശ്യമായ ഭയം.
വൈബിയായ ഭയം. ഈ വൈബിയായ ഭയം പടച്ചോന് മാത്രമേ പാടുള്ളൂ. ഇത് വേറെ എന്തിനെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ മഹാപാപങ്ങൾ നോമ്പൊക്കെ കുളം കഴിഞ്ഞി. അതിന് ഒരൊറ്റ ഹദീസിലൂടെ വിശദീകരിക്കാം. ദൃശ്യഭയം അദൃശ്യഭയം മനസ്സിലാക്കാം. നബി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും സർപ്പത്തെ കണ്ടാൽ ആ സർപ്പത്തെ കൊന്നു കളയണം എന്ന് പറഞ്ഞു. കാരണം വിഷം കടിച്ചും പാമ്പിന്റെ വിഷയേൽക്കും. ഉടനെ നബിയാണ് സർപ്പത്തിന്റെ പകയെ ആരെങ്കിലും പേടിച്ചാല്, സർപ്പത്തിന്റെ ശാപത്തെ പേടിച്ചാൽ നബിയാണ് ഫലൈസമിനോ ഇസ്ലാമും തന്നെ പുറത്താണ് എന്നാണ്. ഇപ്പൊ ഇടുക്കിയിലൊക്കെ ചെന്ന് നോക്കി, മൂവാറ്റുപുഴ, ഇടുക്കി, തിരുവനന്തപുരത്തൊക്കെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? സർപ്പത്തിന്റെ ശാപം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഈ സർപ്പക്കാവത്ത് കോഴിമുട്ടിയും പാലും നേർച്ചയാക്കും. ആ ശിർക്ക് നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല. സ്ഥിരം പരിപാടിയാണ് അവർക്ക്. സർപ്പക്കാവുകൾക്ക് അമ്പലത്തിനോടൊക്കെ അനുബന്ധിച്ചുള്ള സർപ്പക്കാവുകളിലേക്ക് പാമ്പിനെ തൃപ്തിപ്പെടുത്താനും പാമ്പിന്റെ ശാപും പകയും ഏൽക്കാതിരിക്കാൻ വേണ്ടി കോഴിമുട്ടിയും പാലും നേർച്ചയാക്കുക. അതാ റസൂല പറഞ്ഞത്, സർപ്പത്തിന്റെ ശാപത്തെ പേടിച്ച ഇസ്ലാം എന്ന് പുറത്ത് നിന്നാണ്. ഒന്ന് ദൃശ്യമായ പേടി, മറ്റേ അദൃശ്യ ഭയം. ഒന്നും കൂടി ഉണ്ടാക്കാം. നിങ്ങൾ കിടന്നുറങ്ങുക, ഉറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച കടക്കിക്കിട്ട് ചാടി, നിങ്ങൾ പേടിച്ച്, ആ പേടി ശിർക്കല്ല, അത് മാന്തോന്ന് പേടിച്ചിട്ടാ. നേരെ മാറ്റി ഒരു കരിമ്പൂച്ച വിലങ്ങാഞ്ഞാലോ, നിങ്ങൾ എന്തോ ഉദ്ദേശത്തിന് പോയ കരിമ്പൂച്ചോട് വിലങ്ങാഞ്ഞ് പറിച്ചോനെ ഇനിയിപ്പോ എന്താ വരിക, എന്താ സംഭവിക്കുക? നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് മൂർഖം പാമ്പിന്റെ ശബ്ദം ഇങ്ങനെ കേട്ട് പാമ്പിന്റെ ശബ്ദം ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും, സിംഗ്രാരം. അപ്പൊ നിങ്ങൾ പേടിച്ച് തെറ്റില്ല. പക്ഷെ പള്ളി ചലിച്ചപ്പോഴോ പള്ളി കിടകളാന്നില്ലേ, അല്ലെ കുറ്റിച്ചൂളാൻ ചലിച്ച്, അപ്പൊ എന്താണ് പേടിയോ? അത് അദൃശ്യ പേടിയാ. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് നഹ്ൽ അല്ലാഹു പറഞ്ഞ്, വഖാലല്ലാഹു ലാ തത്തഖിദൂ ഇലാഹൈനി ഇസ്നൈനി ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ ഫഇയ്യായ ഫർഹബൂൻ. മുസ്ലിങ്ങളെ, രണ്ട് ഇലാഹില്ലട്ടോ, ഒരു ആരാധ്യൻ മാത്രമാണ്. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടി. തൗഹീദ് ലാ ഇലാഹ പറഞ്ഞ ഉടനെ തന്നെ എന്നെ മാത്രം പേടിച്ച്. ഖുർആൻ അള്ളാനെ മാത്രം പേടിച്ചാനാ പറയുന്നത്. ഫഹിദറുഹും ഖാതലഹുമുല്ലാഹു. അവിടെ വിശ്വാസികളെ പേടിച്ചനട്ടോ എന്ന് പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കളെ ഭയപ്പെട്ടിട്ട് മുസ്ലിം രാഷ്ട്രങ്ങള് ആയുധം കടം വാങ്ങല്ല, പൈസക്ക് വാങ്ങല്ല. ഖുർആൻ പറഞ്ഞ സ്വന്തം വികസിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞ്, തുർഹിബൂന അദുവക്കും, നിങ്ങളെ ശത്രുവിനെയും ഒക്കെ ഭയപ്പെടുത്തുന്ന നിൽക്കുക. അപ്പൊ ശത്രുവിനെ പേടിച്ചണ്ടേ, രോഗത്തെ പേടിച്ചണ്ടേ? അതുകൊണ്ടല്ലേ ചൂടുള്ള ചായക്ക് ഊതി കുടിച്ചരുത് എന്ന് പറഞ്ഞത്. കുല്ലു മുസ്കിരിൻ ഹറാമുവ കുല്ലു മുഫ്തിരിൻ ഹറാം. അതുകൊണ്ടല്ല പറഞ്ഞത് ലഹരി ഉണ്ടാക്കണമൊക്കെ നിഷിദ്ധമാക്കി, ശരീരത്തിന് തളർച്ച ഉണ്ടാക്കണോ നിഷിദ്ധമാക്കി. കക്കൂസ് പോകുമ്പോൾ പാദരക്ഷ ധരിക്കാൻ പറഞ്ഞില്ലേ? രോഗത്തെ പേടിച്ചാനാ, പേടിച്ചെന്റെ രോഗത്തെ. പക്ഷെ എന്റെ ഖുർആൻ തൗഹീദ് ആളുള്ള പറഞ്ഞ ഉടനെ തന്നെ അള്ളാനെ പേടിച്ചാൻ പാടുള്ളൂ. അത് ഖുർആൻ തന്നെ വിശദീകരിച്ച്, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യത്തിലൂടെ റഹ്മാനെ മാത്രമേ പേടിച്ചാൻ പാടുള്ളൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, റബ്ബിനെ മാത്രമേ അദൃശ്യത്തിലൂടെ ഗൈബിലൂടെ പേടിച്ചാൻ പാടുള്ളൂ. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കും. എന്തിന്? ആരാണ് അദൃശ്യത്തിലൂടെ പടച്ചോനെ പേടിക്കുന്നത്? അപ്പൊ അദൃശ്യമായ ഭയം പടച്ചോനോട്. അദൃശ്യമായ ഭയം വരുന്നതൊക്കെ ശിർക്കാക്കി. അത്തീറത്തു ശിർക്കും, ശകുനം ശിർക്കാണ് എന്ന് പറഞ്ഞ്. കൈനോട്ടം, കൈ നീട്ടം, അല്ലെ കണി കാണല്, രാവിലെ തന്നെ കുറ്റിച്ചൂടാ കണ്ടത്, അല്ലെ വെള്ളമില്ലാത്ത കൊട കണി കണ്ടത്. എടാ ഇനിയിപ്പോ എന്താ അപകടം ഉണ്ടാകുക? അദൃശ്യമായ. അത് കൈ നേട്ടം, അല്ലെങ്കിൽ നാക്കേർ കൊതി കൂടല്. എന്റെ കുട്ടി തിരക്കേടില്ല എന്നറിയും, പിറ്റേന്ന് എന്നെ നോക്ക്, ആ ഓളെ നാക്കേറ് വലിച്ചതാ. നാക്കേറ്, കൊതി കൂടല്, കണ്ണേറ്, ഇങ്ങനെ തുടങ്ങി എല്ലാ ഏർപ്പാടും എല്ലാം അദൃശ്യത്തിലൂടെ ഭയ. മൂർഖം പാമ്പിന്റെ കടി പേടിച്ചണ മാതിരിയല്ല, കുന്തത്തെ പേടിച്ചണ മാതിരിയല്ല, സിഹിറിനെ ഭയപ്പെടല്.
സിഹറിനെ പേടിച്ചാൽ ബോംബ് പൊട്ടിയതാക്കുമെന്ന് പേടിച്ച ബാഗ് ഇങ്ങനെ ഞങ്ങൾ പേടിച്ചാൽ ബോംബുണ്ടോ എന്ന് പേടിച്ചാൽ തെറ്റില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നപ്പോ ഒരു കുപ്പി, പിന്നെ ഒരു പോക്കാണ്ടവള, ഒരു കോഴിമുട്ട, അതിലെന്തൊക്കെ എഴുതിക്കണ്, പിന്നെ ഒരു പാലന്റെ ഒരു കഷ്ണവും കൂട്ടി വെച്ചിക്കണ്, കുറച്ച് മലരും. ഏട്ടാ ചീര ചെയ്യാൻ വേണ്ടി ആരോ കൊണ്ടുവച്ചതാ. പേടിച്ചാൽ നിങ്ങൾ മുശ്രിക്കായി. അദൃശ്യമായ ഭയാണ് വരുന്നത്, ബോംബ് പൊട്ടി പേടിക്കുന്ന മാതിരിയല്ല. അതുകൊണ്ടാ സിഹിർ മഹാപാപത്തിൽ വരെ എണ്ണിയത്. അത് അദൃശ്യമായ ഭയം, ഗൂഢമായ ഭയം, ഗൂഢവും അദൃശ്യവുമായ ഭയം പടച്ചോനെ മാത്രം. ബോംബിനെ പേടിച്ച, വിഷത്തെ പേടിച്ച, കുന്തത്തെ പേടിച്ച, വാളിനെ പേടിച്ച. അതേമാതിരിയാണോ ഈ കോയിമുട്ടി പാലക്കുട്ടിയൊക്കെ കണ്ട പോക്കാന്തളൊക്കെ നമുക്കറിയാം. അസ്മായിന്റെ കിതാബിലുണ്ട്. പോക്കാന്തവളനെ പിടിച്ച, വലിയ തവളനെ പിടിച്ചിട്ട് 4 അണ വായിലിടുക, എന്നിട്ട് കാരമുള്ളോണ്ട് ഇങ്ങനെ കുത്തുക ആ സാധു ജീവിനെ. അസ്മായിന്റെ കിതാബിൽ എഴുതി വിട്ടതാ സീറയുടെ ഏർപ്പാട്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. അദൃശ്യമായ. അപ്പൊ അദൃശ്യ ഭയം വരുന്നതെല്ലാം ഇസ്ലാം വിരോധിച്ച്. ദൃശ്യമായ ഭയം നമുക്കാവാന്നർത്ഥം. പിന്നെ ലോക സുഹൃത്തുക്കളെ, ഇസ്ലാം മതം ലോകത്തെ, പ്രപഞ്ചത്തെ രണ്ടാക്കുക. ഒന്ന് അദൃശ്യ ലോകം, ദൃശ്യലോകം. ശരിക്കും വിഷയം പഠിച്ചോണം കേട്ടോ. എന്താണ് ഈ ദൃശ്യലോകം എന്ന് പറഞ്ഞാൽ? അദൃശ്യ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ചില സ്നേഹിതന്മാർ തെറ്റിദ്ധരിച്ചത് ചന്ദ്രനും ചൊവ്വയൊക്കെ അദൃശ്യ ലോകം, ഭൂമി ദൃശ്യലോകവും. അങ്ങനെയല്ല. അപ്പൊ ചന്ദ്രനിലേക്ക് ഇപ്പൊ മനുഷ്യൻ പോകൂലേ? ചന്ദ്രനിലേക്ക് പോയില്ലേ? ഇനിയിപ്പോ അവിടെ ലോഡ്ജൊക്കെ ബുക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് അവിടെ താമസിക്കാന്. അപ്പൊ ചന്ദ്രൻ എന്ത് ചെയ്ത്? അദൃശ്യ ലോകം ദൃശ്യലോകമായോ? അപ്പൊ അദൃശ്യ ലോകത്തിൽ ഒന്ന് പേടിയ പരലോകം അദൃശ്യ ലോക. കാരണം എന്തുകൊണ്ട്? നമ്മുടെ പഞ്ചേന്ദ്രിയം കൊണ്ടോ മാത്രം, ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ പറ്റൂല. നബിമാര് വരണം, അള്ളാന്റെ വേദഗ്രന്ഥം പറയണം. പരലോകം അദൃശ്യ ലോക. പിന്നെ ദുനിയാവ് തന്നെ അദൃശ്യ ലോകമുണ്ട്. അതങ്ങൾ പഠിക്കേണ്ടത്. ഈ ദുനിയാവ് തന്നെ ദൃശ്യലോകമുണ്ട്, അദൃശ്യ ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താനും ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത പല ജീവികൾ ഈ ദുനിയാവിലുണ്ട്. അത് അദൃശ്യ ലോകത്തിലാ. ഈ ദുനിയാവ് തന്നെ ദൃശ്യലോകം അദൃശ്യ ലോകമുണ്ട്. നന്മയും തിന്മയും എഴുതിയേക്കാൻ മലക്കില്ലേ? ആ മലക്ക് അദൃശ്യ ലോകത്തുള്ളതാ. നിങ്ങളെ ഹൃദയത്തിന്റെ വാൽവോ കിഡ്നിയോ നരമ്പോ ഇതൊക്കെ ദൃശ്യലോകത്തുള്ളതാ. പക്ഷെ നിങ്ങളെ നേർവുകളൊക്കെ തോളത്തുള്ള മലക്കോ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും കണ്ടുപിടുത്താൻ പറ്റുമോ? റക്കീബ് എന്ന മലക്ക് എഴുതിയിട്ടുണ്ട്. ദൃശ്യലോക, അദൃശ്യലോകം. അപ്പൊ ഈ ദുനിയാവ് തന്നെ ദൃശ്യലോകമുണ്ട്, അദൃശ്യലോകമുണ്ട്. അത് വേഗം നമുക്ക് മനസ്സിലാവും ചെയ്യും. ഒരു നാടകം സുഹൃത്തുക്കളെ, നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് ബസ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടിയിലെത്തുമ്പോൾ അങ്ങനെ വേറെ ഒരു ലോകത്തേക്ക് മാറിയ മാതിരി. നിങ്ങളെ ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കുടുങ്ങിയാലോ? ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കുടുങ്ങിയാൽ അതിൽ പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് ചാടിയമായി തോന്നും. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് നാടുദാനം പറഞ്ഞിട്ട് അത് അദൃശ്യലോകം എന്നല്ല പറഞ്ഞത്. ഉണ്ട് നമുക്ക് തോന്നുന്നു. ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കണ്ട് കുടുങ്ങിയാൽ തന്നെ പിന്നെ അതിങ്ങോട്ട് ക്ലിയർ ആവുമ്പോൾ കാണാൻ നമ്മൾ ഉൾക്കൊണ്ട് ചാടിയമായി തോന്നല. അപ്പൊ ദൃശ്യലോകം അദൃശ്യലോകം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അത് നമുക്ക് എതിർക്കാൻ പറ്റൂല. ഇനി ജീവികൾ ശരിക്കും പഠിച്ചു പോകണം. ജീവികൾ 2 ജീവികളുണ്ട്. ദൃശ്യ ജീവികൾ, അദൃശ്യ ജീവികൾ. ദൃശ്യജീവി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയം കൊണ്ടും അത് വികസിപ്പിക്കാനുള്ള ഉപകരണം കൊണ്ടും കണ്ടെത്തുന്നത്. ഇപ്പൊ ബാക്ടീരിയ അത് അദൃശ്യജീവി എന്ന് അറിയില്ല. ആദനബിന്റെ കാലത്തും അത് അദൃശ്യജീവിയല്ല, ദൃശ്യജീവിയാ. ഒരു പുരുഷന്റെ ഇന്ദ്രിയത്തിലുള്ള 200 കോടി ഒരു പ്രാവശ്യം വിസർജിക്ക് 200 കോടി ഉണ്ട് എന്നാ. അപ്പൊ ഒരു ബീജത്തിൽ 6 കോടി ബീജങ്ങളുണ്ട്. അത് ആദ്യകാലത്ത് നമ്മളെ പാപ്പപ്പാര കാലത്ത് അദൃശ്യജീവിയനി അല്ല, അന്നും ദൃശ്യജീവിയാ. ഫംഗസ് ഇതൊന്നും കണ്ണുകൊണ്ട് കാണൂല. പക്ഷെ അതൊന്നും എന്തല്ല, അദൃശ്യജീവിയല്ല, ദൃശ്യജീവിയാ. കാരണം ആധുനിക ഉപകരണം കൊണ്ട് ഇനിയും ശാസ്ത്രം കണ്ടെത്താൻ പറ്റാത്ത പലതും ഉണ്ടാവും. ഇപ്പൊ പന്നിപ്പനിയാണൊരു വൈറസ് കണ്ടെച്ചല്ലോ. ഈ വൈറസ് അദൃശ്യജീവിയാന്ന് പറയോ? പറയുകയാണെങ്കിൽ വെറും അംക. അങ്ങനെ പറയാൻ പാടില്ല. അതൊന്നും അദൃശ്യജീവിയല്ല.
ഇനിയും കാണാത്ത ചില വൈറസുകൾ ഉണ്ടാവും. അതൊന്നും അദൃശ്യ ജീവിയല്ല, ദൃശ്യജീവികളാ. അപ്പൊ എന്താ അദൃശ്യ ജീവി? ഒന്ന് മലക്ക്. മലക്കിനെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നത്? അള്ളാഹിന്റെ കിതാബുകൾ പറഞ്ഞ് നബിമാര് പറഞ്ഞോണ്ടാ. അത് ശാസ്ത്രം അന്ത്യദിനം വരെ പുരോഗമിച്ചാലും ഒരു ബീജത്തിലെ അണുക്കൾ എങ്ങനെ നമുക്ക് കാണിച്ചു നോക്കണം റക്കീബെന്ന മലക്കതാ തോളത്ത് കുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നേരെ മാറ്റി എന്റെ രക്തത്തില് ചുവന്ന അണുക്കളുണ്ട്, വെളുത്ത അണുക്കളുണ്ട്. അത് ഞാൻ അങ്ങനെ കത്തിയോണ്ട് കുത്തിങ്ങാണ്ട് ചോരങ്ങനെ നോക്കിയാൽ കാണൂല. നേരെ മറിച്ച് ശാസ്ത്രീയ ഉപകരണത്തിലൂടെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും ചുവന്ന അണുക്കളെയും വെളുത്ത അണുക്കളെയും. എന്നാ റക്കീബ് അതീദിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. മലക്കുകള് അദൃശ്യ ജീവികളാ. ജിന്നിൽ രണ്ടിനം ജിന്നുണ്ട്. മുസ്ലിം ജിന്നുണ്ട്, ചീത്ത ജിന്നുണ്ട്. ആ ചീത്ത ജിന്നിനാണ് ഇബ്ലീസ്, പിശാച്ച് എന്ന് പറയാം. അപ്പം ജിന്നുകള് അതിൽപ്പെട്ട മുസ്ലിം ജിന്നും പിശാച്ചും ചെകുത്താനും അദൃശ്യ ജീവിയാ. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കാരണം അത് നമ്മുടെ ശാസ്ത്രീയ ഉപകരണം കൊണ്ട് കണ്ടെത്താൻ പറ്റൂല. നബിമാര് പറഞ്ഞ് ജിന്നുണ്ട്, പിശാച്ചുണ്ട്, മലക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ്, അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് വിശ്വസിക്കുക. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അക്കിൽ കൊണ്ടും കണ്ടെത്താൻ പറ്റിയാണ് എന്താ പറയാ, അദൃശ്യ ജീവികളെന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാന വിഷയം അദൃശ്യ ജീവിയാണ് മലക്ക്, ജിന്ന്, പിശാച്ച്. ആ അദൃശ്യ ജീവികൾ നമ്മളുമായിട്ടുള്ള വലിയ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബന്ധം എന്താണ്? ഒന്ന് മലക്കുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്, നമുക്ക് എതിർക്കാൻ പറ്റൂല. ഖുർആൻ വ്യക്തമായി പറഞ്ഞ നമ്മുടെ നന്മ തിന്മകൾ എഴുതി വെക്കുക. ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. ചിലപ്പോൾ അപകടത്തിൽ നിന്ന് പടച്ചോൻ പറഞ്ഞ് അപകടത്തിൽ നിന്നൊക്കെ മലക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മൾ വിശ്വസിച്ച മാതിരി മഴ പെയ്ക്കുള്ള പിന്നിൽ മലക്കുണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ മലക്കുകൾക്ക് നമ്മുടെ ഭൗതികവുമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം എങ്ങനെയാ? അതാ പഠിക്കേണ്ടത്. ആ ബന്ധം മലക്ക് ഉദ്ദേശിക്കുമ്പോൾ ബന്ധപ്പെടാൻ പറ്റൂല, നാം ഉദ്ദേശിക്കുമ്പോൾ ബന്ധപ്പെടാൻ പറ്റൂല. ഇപ്പൊ ബദർ യുദ്ധത്തിൽ മലക്കുകൾ മുസ്ലിങ്ങളെ സഹായിച്ചു. ഇനി മലക്കുകൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സാധിക്കുമോ? നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ മലക്കിനെ കീഴ്പ്പെടുത്തിങ്ങാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മയജിച്ചാൻ പറ്റുമോ? മലക്കുദ്ദേശിക്കുമ്പോൾ മയജിച്ചാം, മലക്കുദ്ദേശിക്കുമ്പോൾ ആയുസിനെ നീട്ടാം, ആയുസിനെ കുറക്കും ചെയ്യാം. ഞാൻ വലിയ തമ്മാട്ടരം ചെയ്ത് അപ്പൊ എസ്രായേൽ എന്ന മലക്കിന് എന്നോട് ദേഷ്യം. സുല്ലമി കള്ളും കുടിച്ച് വ്യഭിചരിച്ച് നടക്കുക, സുല്ലമിന്റെ ആയുസ് ഒന്ന് കുറക്കട്ടെ അച്ഛൻ വേഗം ആത്മാവിനെ പിടിച്ച് കഴിച്ചിലാകുക. ഇനി ഞാൻ നന്നായി നടക്കാൻ തുടങ്ങി. അപ്പൊ എസ്രായേൽ വിചാരിച്ച് കുറച്ച് സുല്ലമിക്ക് ആയുസ് നീട്ടി കൊടുക്കട്ടെ, കുറച്ച് നീട്ടി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ മലക്ക് ഉദ്ദേശിക്കുമ്പോഴും നാം ഉദ്ദേശിക്കുമ്പോഴും മലക്കിനെന്തില്ല, നാമുമായി ഒരു ബന്ധമില്ല എന്നർത്ഥം. അള്ള ഉദ്ദേശിക്കുന്ന വേളയിൽ വയഫ്അലൂനമായി ഉമറും അവരിൽ മധ്യവർത്തിയായിട്ട് എന്താവും പ്രവർത്തിക്കും. വിഷയം അങ്ങനെ തന്നെ പഠിച്ചു പോകണട്ടോ. മലക്കുദ്ദേശിച്ചപ്പോഴല്ല ബദറിലിറങ്ങി സഹായിച്ചത്. അതുപോലെ തന്നെ സൗറുബഹിൽ മലക്കിറങ്ങി അവരുദ്ദേശിച്ചപ്പോഴല്ല. അവർക്ക് ഇഖ്തിയാർ, സ്വതന്ത്ര ചിന്ത ആർക്കില്ല, മലക്കിനില്ല. ശരിക്കും പഠിച്ചുപോയി. അതുകൊണ്ടാണ് മലക്കുകൾ കിയാമനാൾ വരെ ഇബാദത്ത് എടുക്കുകയല്ലേ. സ്വർഗ്ഗത്തിലുണ്ടോ? ഓല് നമ്മളെ വേലക്കാരാണ് സ്വർഗത്തില്. കാരണം ഓലെ 1 കോടി കൊല്ലത്തെ ഇബാദത്ത് നമ്മൾ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്തില്ല. ഓട്ടോമാറ്റിക്കലി സ്വതന്ത്ര ചിന്ത ഉള്ളത് ആർക്കാ? ജിന്നിനും മലക്കിനുമാണ്. ജിന്നിന് സ്വതന്ത്ര ചിന്ത ഉണ്ട്, നമുക്ക് സ്വതന്ത്ര ചിന്ത ഉണ്ട്. അതുകൊണ്ടാ സ്വർഗും നരകവും ജിന്നിനും മലക്കിനാ, അല്ല ജിന്നിനും മനുഷ്യനാ. നരകം ജിന്നിനെ കൊണ്ടും മനുഷ്യനെ കൊണ്ടും നടക്കും. സൂറത്ത് റഹ്മാൻ ഓരോ സ്വർഗീയ സുഖങ്ങൾ എടുത്ത് പറയാം. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ.
ജിന്ന് വർഗമേ മനുഷ്യവർഗമേ ഏതോ നിന്നെയാണ് നിഷേധിക്കുന്നത്. അവൻ ജിന്നിന് എന്തുണ്ട്? സ്വർഗമുണ്ട് നല്ലവർക്ക്. അപ്പൊ മലക്കുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ബന്ധപ്പെട നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവരുദ്ദേശിക്കുമ്പോഴല്ല. അല്ല ഉദ്ദേശിക്കുമ്പം അത് ചെയ്യുക. മലക്കുദ്ദേശിക്കുമ്പോൾ മയജിക്കാൻ പറ്റുമോ? മീക്കായിൽ ഉദ്ദേശിക്കുമ്പോൾ മയജിക്കാൻ പറ്റുമോ?